നമ്മൾ ശ്രദ്ധിക്കാൻ പോവുകയാണ്. ഈശ്വരയുടെ വാക്യനെ കൊണ്ടുപോകുക മനജിബ. നമ്മൾ ഒത്തിരി അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളിലും നല്ല കലാപരിപാടികളിലും സ്പിരിച്വലി നമ്മൾ ഒത്തിരി സന്തോഷിക്കാനിടയായിട്ട് ତଳେ ଦିନ ମାନେ ପାଖରେ ପ୍ରାର୍ଥନାରେ ତା ସାଙ୍ଗେ ସାଙ୍ଗେ ଅନେକ ମାନେ ପ୍ରୋଗ୍ରାମରେ ମଧ୍ୟ ମାନଙ୍କୁ ଯୋଗ ଦେବା ପାଇଁ ପ୍ରଭୁ ସାହାଯ୍ୟ କଲେ. ଆମେ ഈ തുളസി നഗറിലും ആമേ നിലവിഹാറിൽ നമ്മൾ കർത്താവിന്റെ ആമേ പ്രൈസിനോട് വചനത്തിൽ സന്തോഷിക്കാനിടയായിട്ട് ଏ ତୁଳସୀ ନଗର ମାନେ ନୀଳାଦ୍ରି ବିହାର ଏରିଆରେ ଏହି ପ୍ରକାର ଈଶ୍ୱରଙ୍କର ବାକ୍ୟ ମଧ୍ୟରୁ ପ୍ରଦାନ କରିବା ନିମନ୍ତେ ପ୍ରଭୁ ଆମମାନଙ୍କୁ ସାହାଯ୍ୟ ഈ വർഷത്തിന്റെ സമാപ്തി സമയങ്ങളിലേക്ക് എത്തിയിരിക്കുന്ന നമുക്ക് ଆମେ ଏ ବର୍ଷର ଶେଷ ଦିନ ମଧ୍ୟକୁ ପହଞ୍ଚିଥିବା ଆମମାନଙ୍କର ଜୀବନରେ ദൈവത്തിന്റെ വചനം നമുക്ക് ചിന്തിക്കാം. ଈଶ୍ୱରଙ୍କର ବାକ୍ୟ ମାନେ ଚିନ୍ତା କରିବା. നല്ല ഭക്ഷണം, നല്ല കുടുംബങ്ങളെ ആമേ നല്ല കുഞ്ഞുങ്ങളെ നമുക്ക് പ്രദാനം ചെയ്യുവാനിടയായി. ଉତ୍ତମ ଖାଦ୍ୟ ଉତ୍ତମ ପରିବାରକୁ ଉତ୍ତମ ସନ୍ତତି ମାନଙ୍କୁ ଜାତ କରିପାରିବେ. ഹല്ലേലൂയ. ହାଲେଲୁୟା. കാണാൻ നല്ല രസമാണ്. ସେ ଦେଖିଲେ ସୁନ୍ଦର ଲାଗେ. നല്ല വചനം കേൾക്കുന്നവർ, ଭଲ ବାକ୍ୟ ଶୁଣିବା ଲୋକମାନେ, മനസ്സിലാക്കുന്നവർ, ତା ବୁଝିବା ଲୋକମାନେ, അതനുസരിച്ച് ജീവിക്കുന്നവർ, ତା ଅନୁସାରେ ଜୀବନ ଯାପନ କରିବା ବ୍ୟକ୍ତିମାନେ അവരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. ସେମାନଙ୍କୁ ଦେଖିଲେ ଜଣା ପଡିବେ. അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ മനസ്സിലാകും. ସେମାନଙ୍କ ଘରକୁ ଗଲେ ଜଣା ପଡିବେ. ഹല്ലേലൂയ. ହାଲେଲୁୟା. അതുകൊണ്ടാണ് ആമേ വചനം നമ്മൾ ഏറ്റവും ആമേ ഇമ്പോർട്ടന്റ് സ്ഥാനം കൊടുക്കുന്നത്. ସେଥିପାଇଁ ମାନେ ବାକ୍ୟ ପାଇଁ ମୁଖ୍ୟ ସ୍ଥାନ ଦେଇଥାଉ. ഹല്ലേലൂയ. ହାଲେଲୁୟା. നമ്മൾ ചിന്തിച്ചു, ഞാൻ പറഞ്ഞു ആമേ ഇത് വലിയൊരു പ്രസംഗമാണ്. ଆମେ ତଳେ ଦିନ ମାନେ ଚିନ୍ତା କରୁଥିଲୁ, ମୁଁ କହୁଥିଲି ଏଇଟା ବହୁତ ବଡ ଗୋଟେ ପ୍ରଚାର ദൈവത്തിന്റെ ദാനങ്ങൾ, ଈଶ୍ୱରଙ୍କର ଦାନ ବିଷୟରେ. ഹല്ലേലൂയ. ହାଲେଲୁୟା. ഇവിടെ ആയിരിക്കുന്ന ദൈവത്തിന്റെ ദാനമാണ് പ്രിയരെ. ଆମେ ଏ ଜାଗାରେ ଏଇ ପ୍ରକାର ବସିବାକୁ ହେଇଛନ୍ତି, ତାହା ଈଶ୍ୱରଙ୍କର ଦାନ ଅଟେ. ഹല്ലേലൂയ. ହାଲେଲୁୟା. ഹല്ലേലൂയ. ହାଲେଲୁୟା. നിങ്ങൾ നോക്കിയാൽ മറ്റാ ഒത്തിരി ആൾക്കാർ ഇവിടെ ഉണ്ട്, പക്ഷെ ആരും ഇതിനകത്ത് വന്നിട്ടില്ല ഇതുവരെ. ଆମେ ବହୁତ ଲୋକମାନେ ଚାରିଆଡେ ଆଗ ପାଖେ ଅଛନ୍ତି, ମାତ୍ର କେହି ବି ଏ ଭିତରେ ଆସିନାହାନ୍ତି. ഒത്തിരി ആൾക്കാർ വന്നതാണ്, പക്ഷെ അവർ ഇതിനകത്ത് ഇല്ല ഇപ്പോൾ. ଆମେ କେତେ ଲୋକମାନେ ଆସୁଛନ୍ତି, ମାତ୍ର ସେମାନେ ସେମାନଙ୍କର ଜାଗା ଏବେ ଖାଲି ପଡିଛି. ഇതിനകത്തുള്ള കാര്യം എന്താണെന്നറിയോ? സഭ എന്നത് ദൈവത്തിന്റെ ദാനമാണ്. ଆମେ ତାହା ଆମେ ଏତେ ଆମେ ଜାଣିଥାଉ, ମଣ୍ଡଳୀ ଈଶ୍ୱରଙ୍କର ଦାନ ଅଟେ. 2 കൊരിന്ത്യർ 9:18 വാക്യം നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് എടുക്കാം. ଦ୍ୱିତୀୟ କୋରିନ୍ଥୀୟ 2:15 ପଦ ମାନେ ଟିକେ ପାଠ କରିବା. 9:15 ପଦ. ଈଶ୍ୱରଙ୍କ ପତନ ଦାନ ନିମନ୍ତେ ତାଙ୍କର ଧନ୍ୟବାଦ ହେଉ. ଈଶ୍ୱରଙ୍କର ଗଦନୀୟ ଦାନ ଆମେନ୍ ତାହାଙ୍କର ଏକମାତ୍ର ପୁତ୍ର ଯୀଶୁ ଖ୍ରୀଷ୍ଟ ନିମନ୍ତେ ତାହାଙ୍କର ଧନ୍ୟବାଦ ହେଉ. ഹല്ലേലൂയ. 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 പറഞ്ഞില്ലാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആമേൻ. ସେଠି ଏହି ପ୍ରକାର ଲେଖିଛନ୍ତି, ଈଶ୍ୱରଙ୍କର ଅଗତିନୀୟ ଦାନ ନିମନ୍ତେ ତାଙ୍କର ଧନ୍ୟବାଦ ହେଉ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വളരെ ആമേൻ ചിന്തോ ഉദ്ദീപനമായ ഒരു വാക്യമാണിത്. ଏଇଟା ବହୁତ ଚିନ୍ତାର ଗୋଟେ ବାକ୍ୟ ଅଟେ. ആമേൻ. നമുക്ക് ലഭിച്ച അതിമഹത്തായ കൃപകൾക്കായി ଆମେ ପାଇଥିବା ଅନେକ ଈଶ୍ୱରଙ୍କର ବରଦାନ ନିମନ୍ତେ നമുക്ക് ദൈവത്തിന്റെ ദാനത്തിനായി നന്ദി പറയാം. ପ୍ରଭୁଙ୍କର ମହାଦାନ ନିମନ୍ତେ ଆମେ ଧନ୍ୟବାଦ ଦେବା. ഇവിടെ പൗലോസ് മനസ്സ് നിറഞ്ഞ് ആവേശഭരിതനായി പറയുകയാണ്. ଏଠି ପ୍ରେରିତ ପୌଳ ତାଙ୍କର ହୃଦୟ ଯେପରି ପ୍ରଭୁଙ୍କ ଆଗରେ ଉଛୁଳି ପଡି ସେ ଧନ୍ୟବାଦ ମନରେ ପ୍ରଭୁଙ୍କ ସହିତ କହୁଛନ୍ତି. അവൻ പറയുകയാണ്, എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. ଆମେନ୍. ସେ ପୌଳ କହୁଛନ୍ତି, ମୋତେ ଆଶ୍ଚର୍ଯ୍ୟ ଲାଗେ. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ଈଶ୍ୱରଙ୍କର ବାକ୍ୟ ଯେତେବେଳେ ମାନେ ପାଠ അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, ସେତେବେଳେ ମାନେ ଜାଣିପାରେ. ആമേൻ, ഈ ഭാഗത്തിന്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് വരുമ്പോഴാണ് ഉന്നതനായ ദാവീദിനെ കുറിച്ച് ചിന്തിക്കുവാൻ താൻ നിർബന്ധനായിരിക്കുന്നത്. ആമേൻ. ସେ ବାକ୍ୟର ଶେଷ ପର୍ଯ୍ୟାୟରେ ଯେତେବେଳେ ଆସିଲା ବେଳେ ପ୍ରଭୁଙ୍କର ଦାସ ଦାବୀଦଙ୍କର ବିଷୟ ମଧ୍ୟ ସେଠି ଚିନ୍ତା କରିବାକୁ ବାଧ୍ୟତା ହେଇଯାଉଛି. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ദാനങ്ങളാണ് ദൈവം തന്നേ. ଆମମାନଙ୍କର ଜୀବନରେ କେତେ ପ୍ରକାର ଅନୁଗ୍ରହ ଦାନ ପ୍ରଭୁ ପ୍ରଦାନ କରିଛନ୍ତି. ആട്ടിടയനായ വ്യക്തിയായിരുന്നു ദാവീദ്. ଆମେ ଜାଣିଛନ୍ତି ଦାବୀଦ ଗୋଟେ ପାଳକ ଥିଲେ, ମେଷ ପାଳକ ଥିଲେ. ദൈവത്തെ സ്നേഹിച്ചതുകൊണ്ട് ପ୍ରଭୁ ତାଙ୍କୁ ଅଧିକ ପ୍ରେମ କରିବା ଦ୍ୱାରା പടിപടിയായി വളർന്ന് ହାଲେଲୁୟା ମାନେ ଗୋଟେ ଗୋଟେ ଷ୍ଟେପ୍ ବାଇ ଷ୍ଟେପ୍ ସେ ଉନ୍ନତ ହେଲେ, ବୃଦ୍ଧି ପାଇଲେ. രാജാവിന്റെ സിംഹാസനം വരെത്തുവാനിടയായി തീർന്നു. ଆମେ ରାଜାର ସିଂହାସନ ପର୍ଯ୍ୟନ୍ତ ପହଞ୍ଚିବା ପାଇଁ ପ୍ରଭୁ ତାଙ୍କର ଜୀବନରେ ସୁଯୋଗ ଦେଲେ. ഹല്ലേലൂയ. ହାଲେଲୁୟା. ദാവീദിന് പറയാനുണ്ട്,
പറയാനുണ്ട്. ସେ ଦାବିଦକୁ କହିବା ପାଇଁ ଅଛି പറഞ്ഞില്ലാത്ത ദാനദൈവത്തിന് ദൈവത്തിന് സ്തോത്രം. आमेन ଈଶ୍ୱରଙ୍କ ଆରାଧନୀୟ ଦାନ ନିମନ୍ତେ ମୁଁ ପ୍ରଭୁଙ୍କୁ ଧନ୍ୟବାଦ ଦିଏ। ദൈവത്തിന് പെട്ടകം അദ്ദേഹം ദാവീദിന്റെ നഗരത്തിലെത്തിയപ്പോൾ ଯେତେବେଳେ ଈଶ୍ୱରଙ୍କର ସିନ୍ଧୁକ ଦାବିଦଙ୍କର ଅଞ୍ଚଳରେ ପହଞ୍ଚିଲା ବେଳେ ദാവീദ് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ଦାବିଦ ଉଠି ନାଚିବାକୁ ଲାଗିଲେ। ഹല്ലേലൂയ. ହାଲେଲୁୟା। അവന്റെ ഭാര്യ അഞ്ചാം നിലയിൽ നിന്ന് നോക്കുകയാണ്. ତାର ସ୍ତ୍ରୀ ତାଙ୍କର ପାରସରେ ମାନେ ଝରକା ଭିତରେ ଦେଖିକି ଠିଆ ହେଇଛନ୍ତି। ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾക്ക് പറഞ്ഞു ജോലിയൊന്നുമില്ല, ഞാൻ നാളെ വരും. ସେ ତାଙ୍କର ସ୍ତ୍ରୀ ଏହି ପ୍ରକାର କହିଲେ, ଓ ତୁ ଗୋଟେ ରାଜା ହେଇକିରି ଏ ପ୍ରଜାମାନଙ୍କ ସହିତ ଏହି ପ୍ରକାର ନାଚିବାର ତମକୁ କିଛି ଲାଜ ନାହିଁ କି ବୋଲି ପଚାରିଲେ। ദാവീദ് വീട്ടിൽ വന്നിട്ട് മീഖളിനോട് പറയുകയാണ്, ଆଲେ ସେ ଘରେ ଆସିକିରି ତାଙ୍କର ସ୍ତ୍ରୀ ମେଘଳକୁ ଏହି ପ୍ରକାର କହିଲେ, ഞാൻ എന്തിനാ ഡാൻസ് ചെയ്തതെന്ന് അറിയാമോ? ମୁଁ କଣ ପାଇଁ ନାଚିଲେ ତୁ ଜାଣିଛନ୍ତି କି? ഞാൻ ചെളിക്കുണ്ടിൽ കിടന്നവനാണ്. ମୁଁ ଗୋଟେ କାଦୁଅରେ ପଡିଥିବାର, ഞാൻ അപ്രധാന വ്യക്തിയായിരുന്നു. ମୁଁ ଗୋଟେ ମୁଖ୍ୟ ବ୍ୟକ୍ତି ନୁହେଁ, ମତେ କୌଣସି ସ୍ଥାନ ମାନ ନଥିଲା। ഹല്ലേലൂയ. ഹല്ലേലൂയ. ആളുകളെ മേയ്ച്ച കാട്ടിനകത്ത് കയറിയാൽ ଆମେ ମୁଁ ମେଣ୍ଢାକୁ ଚରେଇ ମାନେ ପାଳକ ରୂପରେ ଜଙ୍ଗଲ ଭିତରେ ଥିଲେ। കടുവയോ കരടിയോ ആരെങ്കിലും വന്നെ ഭക്ഷിക്കാമായിരുന്നു. ଆମେ ମତେ ସିଂହ କି ବାଘ କି କଣ ମତେ ଆସି ଖାଇଥାନ୍ତା, എന്നാൽ ദൈവം എന്നെ സൂക്ഷിച്ചു. ହେଲେ ପ୍ରଭୁ ମତେ ସୁରକ୍ଷା അവിടെ ଦେଲେ। തന്നെ പതുപതിയായി നടത്തി ആമേൻ ഇസ്രായേലിന്റെ സിംഹാസനത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയി. ସେଠୁ ପରମେଶ୍ୱର ମତେ ଧୀରେ 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 କଢେଇ ଆଣିଲେ ଇସ୍ରାଏଲର ସିଂହାସନ ପର୍ଯ୍ୟନ୍ତ ପହଞ୍ଚିବା ପାଇଁ ପ୍ରଭୁ ମତେ ସାହାଯ୍ୟ କରୁଛନ୍ତି। ഹല്ലേലൂയ. ହାଲେଲୁୟା। ആ ദൈവത്തിന്റെ മുമ്പിലാണ് ഞാൻ ഡാൻസ് ചെയ്യുന്നത്. ଆମେନ୍। ସେ ପରମେଶ୍ୱରଙ୍କର ପ୍ରଭୁଙ୍କ ଆଗରେ ମୁଁ ନାଚୁଛନ୍ତି ବୋଲି। പ്രതിഫലാത്ത ദാനങ്ങൾക്കായി. ଆମେନ୍। ପ୍ରଭୁଙ୍କର ଆରାଧନୀୟ ଦାନ ନିମନ୍ତେ। ഹല്ലേലൂയ. ହାଲେଲୁୟା। നമ്മളെ ദൈവം തിരഞ്ഞെടുത്തതോർത്ത് ଆମେନ୍। ଆମମାନଙ୍କୁ ପ୍ରଭୁ ବାଛିବା, ଆମେ ସ୍ମରଣ କରିବା। നമ്മളെ ദൈവം സ്ഥാനങ്ങളിലേക്ക് ആക്കിയത്. ଆମେନ୍। ପ୍ରଭୁ ଆମମାନଙ୍କୁ ଭଲ ଭଲ ସ୍ଥାନରେ ଆମମାନଙ୍କୁ ପହଞ୍ଚିବା ଦ୍ୱାରା ഇവിടെ സങ്കീർത്തനം 68:32 പറയുന്നു, ଏଠି ଗୀତ ସଂଗୀତ 68 ର 32 ରେ ଏହି ପ୍ରକାର କହୁଛନ୍ତି, ପୃଥିବୀସ୍ଥ ରାଜ୍ୟ ସମୂହ ତୁମେମାନେ ପରମେଶ୍ୱରଙ୍କ ଉଦ୍ଦେଶ୍ୟରେ ଗାନ କର, ପ୍ରଭୁଙ୍କ ଉଦ୍ଦେଶ୍ୟରେ ପ୍ରଶଂସା ଗାନ କର। ഹല്ലേലൂയ. ହାଲେଲୁୟା। എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? ଏଠି ଆମେ କଣ କହିବାର ଅଛି ବୋଲି ମାନେ ଈଶ୍ୱରଙ୍କର ବାକ୍ୟ ഭൂമിയിലെ କହୁଛି। രാജ്യങ്ങളെ ദൈവത്തിന് പാടുവിൻ. ଆମେନ୍। ହେ ପୃଥିବୀସ୍ଥ ରାଜ୍ୟ ସମୂହ ତୁମମାନେ ପରମେଶ୍ୱରଙ୍କର ଉଦ୍ଦେଶ୍ୟରେ ଗାନ କର। രാജ്യങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. ଏଠି ଲୋକମାନଙ୍କୁ ପୃଥିବୀସ୍ଥ ସମସ୍ତ ରାଜ୍ୟର ଲୋକମାନଙ୍କୁ ଏହି ପ୍ରକାର ଈଶ୍ୱରଙ୍କର ଆହ୍ୱାନ ଆସୁଛି। ആമേൻ. മഹോന്നതനായ ദൈവത്തെ പുകഴ്ത്തുവിൻ. ଆମେନ୍। ପ୍ରଭୁଙ୍କ ଉଦ୍ଦେଶ୍ୟରେ ପ୍ରଶଂସା ଗାନ କର। ഏക സത്യ ദൈവത്തെ ആരാധിക്കാൻ വരുവിൻ. ଆମେନ୍। ଏକ ସତ୍ୟ ପରମେଶ୍ୱରଙ୍କୁ ଆରାଧନା କରିବା ପାଇଁ ଆସ ବୋଲି ଆହ୍ୱାନ କରୁଛନ୍ତି। ഹല്ലേലൂയ. ହାଲେଲୁୟା। ഹല്ലേലൂയ. ହାଲେଲୁୟା। അപ്പോൾ നമ്മൾ എന്തിനാണ് ദൈവത്തിന്റെ ദാനം നിമിത്തം സ്തോത്രം ചെയ്യേണ്ടത്? ଆମେନ୍। ହେଲେ ଆମମାନେ କେତେ ପ୍ରକାର ଈଶ୍ୱରଙ୍କର ମଙ୍ଗଳ ବିଷୟରେ ଆମେ ଧନ୍ୟବାଦ ଦେବାକୁ ପଡିବ। ഒന്നാമത്തെ വിഷയം ପ୍ରଥମ ବିଷୟ, സങ്കീർത്തനം 127:2. ଆମେନ୍। ଗୀତ ସଂଗୀତ 127 ର 2 ପଦ, 127:2. 22 ର 122 ର ആമേൻ. 2. 2 പଦ, ഹേ ജെറുസലേം, നിങ്ങൾ അധികാലത്തെ 127:2 നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും താമസിച്ച് കിടപ്പാൻ പോകുന്നതും ତୁମମାନେ ଯେ ପ୍ରଭାତରେ ଉଠ, ଏବେ ବିଳମ୍ବରେ ବିଶ୍ରାମ କର ଆଉ ଶାନ୍ତିରେ ଖାଦ୍ୟ ଭୋଜନ କର, ତାହା ତୁମମାନଙ୍କ ପକ୍ଷରେ ବୃଥା। କାରଣ ସେହି ପ୍ରକାର ସେ ତାଙ୍କର ଆପଣା ପ୍ରିୟମାନଙ୍କୁ ନିଦ୍ରା ଦିଅନ୍ତି। ഹല്ലേലൂയ. ହାଲେଲୁୟା। ഞങ്ങളുടെ ഭാഷയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ଆମ କେରଳ ଭାଷାରେ ଏମିତି ଲେଖିଛନ୍ତି, തന്റെ പ്രിയനോ ହାଲେଲୁୟା, ମୋର ପ୍ରିୟତମ, അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു. ଆମେ ତାଙ୍କର ଭକ୍ତମାନଙ୍କୁ ସେ ନିଦ୍ରାରେ ପ୍ରଦାନ କରନ୍ତି। ഹല്ലേലൂയ. ହାଲେଲୁୟା। തെലുങ്കിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ତେଲୁଗୁରେ କେମିତି ଲେଖିଛନ୍ତି? 127 ର 2 ପଦ, ଶେଷ ଧାଡ଼ି। మీరు ఏర్పూడ లేచి చాలా రాత్రి అయిన తరువాత పడుకొనుచు కష్టాల జీతం ఆహారం తినుచుండుట వ్యర్థం. తన ప్రియులు నిద్రించుండగా ఆయన వారికి ఇచ్చుచున్నాడు. కుమారులు యెహోవా అనుగ్రహించి തന്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു. ఆమేన్। ସେଠି ଏହି ପ୍ରକାର ଲେଖିଛନ୍ତି, ଆପଣ ପ୍ରିୟତମକୁ ନିଦ୍ରାରେ ଦିଅନ୍ତି। എന്താണ് ഉറക്കത്തിൽ കൊടുക്കുന്നത്? କଣ ପରମେଶ୍ୱର ନିଦ୍ରାରେ ଦେଉଛନ୍ତି?
ഒന്നാമത് നമുക്ക് ദൈവം നല്ല ഉറക്കം തന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം. ପ୍ରଥମରୁ ମାନେ ପ୍ରଭୁ ମାନଙ୍କୁ ଭଲ ନିଦ୍ରା ଦେଇଥିବାରୁ ପ୍ରଭୁଙ୍କୁ ଧନ୍ୟବାଦ. ഹല്ലേലൂയ. ହାଲେଲୁୟା. ബെഡ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ സ്നോറിംഗാണ്. ଆମେ ଯେତେବେଳେ ବିଛଣା ଦେଖିଲେ ଉଙ୍ଗୁଡି ମାରି ଶୋଇବାକୁ ଲାଗୁଛି. ഹല്ലേലൂയ. ହାଲେଲୁୟା. അതിന് വലിയൊരു കൃപയാ. ସେଇଟା ମଧ୍ୟ ଈଶ୍ୱରଙ୍କର ଗୋଟେ ଅନୁଗ୍ରହ ଅଟେ. അത് മാത്രമല്ല, ଆଉ ମାତ୍ର ନୁହେଁ, ഉറക്കത്തിൽ എന്താണ് കൊടുക്കുന്നത്? ନିଦ୍ରାରେ ତାଙ୍କର ପ୍ରିୟକୁ କଣ ପରମେଶ୍ୱର ପ୍ରଦାନ କରନ୍ତି. ഹല്ലേലൂയ. ହାଲେଲୁୟା. നിങ്ങൾ ചിന്തിക്ക് നോക്ക്. ଆମେ ଚିନ୍ତା କରିବା. ആമേൻ. എനിക്ക് എന്നോട് ദൈവാത്മാവ് പറഞ്ഞതാണ്, ମୋ ସାଙ୍ଗରେ ପ୍ରଭୁଙ୍କର ଆତ୍ମା ଏ ପ୍ରକାର ଚିନ୍ତା. ഉറക്കത്തിലാണ് മക്കളെ കൊടുക്കുന്നത്. ଆମେ ସେ ନିଦ୍ରାରେ ସନ୍ତାନ ମାନଙ୍କୁ ଦିଅନ୍ତି. ഹല്ലേലൂയ. ହାଲେଲୁୟା. ഹല്ലേലൂയ. ହାଲେଲୁୟା. എപ്പോഴാണ് ഗർഭവതിയാകുന്നത് നമുക്കറിയില്ല. ଆମେ କେବେ ଗର୍ଭବତୀ ହେଉଛନ୍ତି ବୋଲି ଆମେ ଜାଣିନାହାନ୍ତି. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ଆମେ କିଏ ବି ଜାଣିପାରିବ ନାହିଁ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവ് പറയും, നീ അറിയാത്ത സമയം, നീ ഉറങ്ങിക്കിടന്ന സമയത്ത് ഒരു പുത്ര സന്താനത്തെ ഞാൻ നിനക്ക് തന്നു. ଆମେନ୍. ହେଲେ ପରମେଶ୍ୱର କୁହନ୍ତି, ତୁମେ ଯେତେବେଳେ ଶୋଇ ପଡିଥିଲ ସେ ସମୟରେ ମୁଁ ତୁମକୁ ଗୋଟେ ପୁତ୍ର ସନ୍ତାନ ଦେଲି. ഹല്ലേലൂയ. ହାଲେଲୁୟା. ഹല്ലേലൂയ. ହାଲେଲୁୟା. ആമേൻ. മക്കൾ ദൈവം തരുന്ന ദാനമാണ്. ଆମେନ୍. ସନ୍ତାନ ମାନେ ଈଶ୍ୱର ଦେଉଥିବା ଦତ୍ତ ଅଧିକାର ଅଟେ. ഹല്ലേലൂയ. ହାଲେଲୁୟା. ഹല്ലേലൂയ. ହାଲେଲୁୟା. മക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുക. ପିଲାମାନଙ୍କ ପାଇଁ ପ୍ରଭୁଙ୍କୁ ଧନ୍ୟବାଦ ଦେବା. ହାଲେଲୁୟା. ପ୍ରେଜ୍ ଦି ଲର୍ଡ. താലിബന്ധിയപ്പോൾ ധന്യവാദിക്കുന്നു. Hallelujah. Praise the Lord. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ആമേൻ. രണ്ടാമതായി ദ്വിതീയരെ ആമേൻ 146 സങ്കീർത്തനം 7 വാക്യം. ആമേൻ. 146 ର 4 ପଦ. 4 ପଦ. ତାର ନିଶ୍ୱାସ ବାହାରିଯାଏ, ହଁ। ସେ ନିଜ ମୃତ୍ତିକାକୁ ଫେରିଯାଏ, ସେଦିନ ତାର ସଂକଳ୍ପ ସବୁ ନଷ୍ଟ ହୁଏ। 146 ସାତ ପଦ. ସେ ଉପଦ୍ରବଗ୍ରସ୍ତ ଲୋକ ହଁ। ପକ୍ଷରେ ନ୍ୟାୟ ବିଚାର କରନ୍ତି, ସେ କୁଜିତକୁ ବକ୍ଷ ଦିଅନ୍ତି, ସଦାପ୍ରଭୁ ବନ୍ଦୀଗଣକୁ ମୁକ୍ତ କରନ୍ତି। ഹല്ലേലൂയ. Hallelujah. അതിന്റെ ശേഷധാടിയിൽ ലേഖായച്ചി. ആമേൻ. അവൻ എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു. ആമേൻ. ശേഷധാടിରେ ଏହି ପ୍ରକାର ଲେଖିଛନ୍ତି, ସେ କୁଦିତଙ୍କୁ ବାକ୍ଷ୍ୟ ଦିଅନ୍ତି, ତାଙ୍କର ବନ୍ଦୀଗଣକୁ ମୁକ୍ତ କରନ୍ତି. ഹല്ലേലൂയ. ହାଲେଲୁୟା. രണ്ടാമതായി ദൈവം ഭക്ഷണം തരുന്നവനാണ്. ആമേൻ. ദ്വിതീୟରେ ଈଶ୍ୱର ଆମମାନଙ୍କୁ ଖାଦ୍ୟ ଦେବା ପରମେଶ୍ୱର. ഹല്ലേലൂയ. ହାଲେଲୁୟା. ഈ ഭൂമിയിൽ അന്നജം അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടായിട്ട് വേണം നമുക്ക് കഴിക്കാൻ. ആമേൻ. ଏ ପୃଥିବୀରେ ଯଦି ଭକ୍ଷ୍ୟ ନଥିଲେ ଆମମାନେ କି ପ୍ରକାର ഇഷ്ടത്തിന് പൈസ ഒരു പ്രശ്നവുമില്ല. ଲୋକ କହିପାରେ ମୋ ହାତରେ ବହୁତ କିଛି ଟଙ୍କା ଅଛି, ମତେ କିଛି ଅଭାବ ହବ ନାହିଁ. ഭക്ഷണം ഭൂമിയിൽ ഉണ്ടായാലല്ലേ നമുക്ക് ലഭിക്കത്തുള്ളൂ. ଯଦି ଖାଦ୍ୟ ଦ୍ରବ୍ୟ ଯଦି ଆମର ଦୁନିଆରେ ଥିଲେ ହିଁ ନା ଆମମାନଙ୍କର ପଇସାକୁ ମୂଲ୍ୟ ଅଛି. ആമേൻ. ചൂട് ആമേൻ കടലിൽ അടിച്ചെങ്കിലല്ലേ നീരാവി പൊങ്ങി വരികയുള്ളൂ. ആമേൻ. ଯେତେବେଳେ ଆମେ ସମୁଦ୍ର ଭିତରେ ଯଦି ଖରା ଭଲରେ ବାଜିଲେ ହିଁ ବାଷ୍ପୀକରଣ ହୁଏ. ആമേൻ. ഇവാപറേഷനിൽ ആമേൻ. ആമേൻ അന്തരീക്ഷത്തിൽ എത്തിയെങ്കിലല്ലേ നമുക്ക് നല്ല എന്താ പറയുക കാർമേഘത്തിലെത്തി ആ കാർമേഘം കൊണ്ടുവന്ന് ഏതെങ്കിലും പർവ്വതങ്ങളിൽ ഇടിച്ച് മഴ പെയ്ച്ചെങ്കിലല്ലേ ഭൂമിയിൽ സസ്യം വിളയുകയുള്ളൂ. ആമേൻ. ସମୁଦ୍ରରେ ଇଭାପୋରେସନ ହେଲେ ହିଁ ଆମେ ବର୍ଷା ପଡ଼ିବ. ବର୍ଷା ପଡ଼ିଲେ ହିଁ ଆମେ ଚାଷ ବାସ କରିପାରିବେ, କିଛି ବିଭିନ୍ନ ବୁଣି ପାରିବେ, ଖାଦ୍ୟ ବସ୍ତୁ ଆମମାନଙ୍କୁ ସଂଗ୍ରହ କରିପାରିବେ. ഹല്ലേലൂയ. ହାଲେଲୁୟା. ആമേൻ. ആമേൻ. ഭയങ്കരമായ തണുപ്പ് കാരണം കർഷകരായ വ്യക്തികൾ ഭയപ്പെടുകയാണ്. ആമേൻ. ବହୁତ ଶୀତ ଯୋଗୁ କୃଷକମାନେ ବହୁତ ଚିନ୍ତିତ ଅଛନ୍ତି. അവർ പറയുകയാണ് കൃഷിക്ക് അത് വലിയ ആഘാതമാണ്. ആമേൻ. ସେମାନେ କହୁଛନ୍ତି ଆମମାନଙ୍କର ଚାଷ ବାସ ପାଇଁ ଏଇଟା ବହୁତ ବଡ଼ କଷ୍ଟକର ସମୟ. ഹല്ലേലൂയ. ହାଲେଲୁୟା. അതുകൊണ്ട് ആഹാരം തരുന്ന ദൈവത്തിന് സ്തോത്രം പറയുക. ସେଥିପାଇଁ ଖାଦ୍ୟ ଯୋଗାଇଥିବା ପରମେଶ୍ୱରଙ୍କୁ ଆମମାନେ ଧନ୍ୟବାଦ ଦେବା. Praise the Lord. Praise the Lord. അടുത്തത് ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സദൃശവാക്യം 2ന്റെ 6ാമത്തെ വാക്യമാണ്. ଗୀତୋପଦେଶ 2ର 6 ପଦ ମାନେ ଟିକେ ଦେଖିବା. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ସେଠି କଣ ଲେଖିଛନ୍ତି? 2ର യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്. ଆମେନ୍. ସଦାପ୍ରଭୁ ପରମେଶ୍ୱର ଆମମାନଙ୍କୁ ଜ୍ଞାନ ଦିଅନ୍ତି. ഹല്ലേലൂയ. ହାଲେଲୁୟା. ഒരു സ്വന്തം പറഞ്ഞാട്ടെ. ପ୍ରଭୁଙ୍କୁ ଧନ୍ୟବାଦ ଦିଅ. ഹല്ലേലൂയ. ହାଲେଲୁୟା. ജ്ഞാനമില്ലാതെ എന്തെങ്കിലും പറഞ്ഞ ആൾക്കാർ നമ്മളെ കുറിച്ച് എന്ത് പറയും? ଯଦି ଜ୍ଞାନ ନଥିଲେ ମାନେ ବିନା ଜ୍ଞାନରେ ଲୋକମାନଙ୍କ ସହିତ ମାନେ ସାକ୍ଷାତ କରିବେ, ଲୋକ କଣ କହିବେ ଆମମାନଙ୍କୁ? ഞാനിപ്പോ ഈ റോഡ് വഴി ഇറങ്ങി ഇങ്ങനെ പറയുകയാണ്.
ମୁଁ ଯଦି ଏ ରାସ୍ତାରେ ଏମିତି ଚାଲିକି କହିବେ ഞാനാണ് ഈ ഇന്ത്യയിലെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ എന്തോ പറ്റും? ମୁଁ ହିଁ ଏ ମାନେ ଇଣ୍ଡିଆର ପ୍ରଧାନମନ୍ତ୍ରୀ ବୋଲି କହିଲେ ଲୋକମାନେ ମତେ କଣ କହିବେ? ഹല്ലേലൂയ, ହାଲେଲୁୟା ഹല്ലേലൂയ. ହାଲେଲୁୟା ഞാനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, എന്റെ അടുക്കേ വരികയെന്ന് പറഞ്ഞാൽ ആൾക്കാരെല്ലാം എന്ത് ചെയ്യും? ଆମେ ମୁଁ ହିଁ ଏ ପ୍ରଧାନମନ୍ତ୍ରୀ ମୋ ପାଖରେ ସମସ୍ତେ ଆସ ବୋଲି ମୁଁ ଯଦି କହିବି ଲୋକମାନେ ମତେ କଣ କହିବେ? ആൾക്കാർ പറയും ജ്ഞാനമില്ലെന്ന് പറയും. ସେ କହିବେ ଏ ଜ୍ଞାନୀ ଲୋକ ନାହିଁ ମୂର୍ଖ ଲୋକ ବୋଲି। ആമേൻ. ദൈവത്തോട് പ്രാർത്ഥിക്കുക ജ്ഞാനത്തിന് വേണ്ടി. ଆମେ ଜ୍ଞାନ ପାଇ ମାନେ ପ୍ରଭୁଙ୍କୁ ଧନ୍ୟବାଦ നമ്മുടെ ദൈവം നമുക്ക് ജ്ഞാനം തരുന്ന ദൈവമാണ്. ଆରେ ସେଇ ପ୍ରକାର ଯଦି ଯୋଉମାନେ ପ୍ରାର୍ଥନା କରିବେ ସେମାନେ ଆମକୁ ପ୍ରଭୁ ଜ୍ଞାନ ପ୍ରଦାନ നമുക്ക് କରିବେ। മക്കൾ വേണം, ଆମକୁ ସନ୍ତତି ମାନେ ଦରକାର। ദൈവം തന്നിരിക്കുന്നു. ଆରେ ପ୍ରଭୁ ସେମାନେ ଆମକୁ ଦେଇଛନ୍ତି, നമുക്ക് ആഹാരം തന്നിരിക്കുന്നു, ଆମକୁ ଖାଦ୍ୟ ଦେଇଛନ୍ତି, നമുക്ക് ജ്ഞാനം തന്നിരിക്കുന്നു. ଆମକୁ ପରମେଶ୍ୱର ଜ୍ଞାନ നമ്മുടെ ଦେଇଛନ୍ତି। ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ଧନ୍ୟବାଦ ଦେବା। കർത്താവ് ഈ കാര്യങ്ങൾ നമുക്ക് തന്നതോർത്ത് ദൈവത്തെ വാഴ്ത്താം. परमेश्वर ये अनुग्रह सबू ଆମକୁ ପ୍ରଦାନ କରିଥିବାରୁ ପ୍ରଭୁଙ୍କୁ ଧନ୍ୟବାଦ ଦେବା। എലിയ സുവിശേഷത്തിൽ പറയുന്നു, ଆଜିର ସୁସମାଚାରରେ ଏହି ପ୍ରକାର സ്വർഗ്ഗസ്ഥനായ തന്റെ പിതാവ് so ଏ ସ୍ୱର୍ଗସ୍ଥ ଆମମାନଙ୍କର ପିତା അവരോട് യാചിക്കുന്നവർക്ക് എത്രയധികം ଆମେ ତାଙ୍କୁ ମାଗିବା ଲୋକମାନଙ୍କୁ କେତେ ଅଧିକ ପରିଣାମରେ ପ୍ରଦାନ କରିବେ। ഹല്ലേലൂയ କହିବା. ହାଲେଲୁୟା ഹല്ലേലൂയ କହିବା. ହାଲେଲୁୟା ഹല്ലേലൂയ କହିବା. ହାଲେଲୁୟା। പ്രിയരേ, മനുഷ്യരോടല്ല ദൈവത്തോട് ചോദിക്കുക. ଆମେ ମନୁଷ୍ୟମାନଙ୍କୁ ନାହିଁ ପରମେଶ୍ୱରଙ୍କର ନିକଟରେ ମାଗିବା। മനുഷ്യൻ നമ്മെ പഠിപ്പിക്കും, മനുഷ്യനോട് ചോദിക്കാൻ. ଆମେ ମନୁଷ୍ୟମାନଙ୍କୁ ଶିକ୍ଷା ଦେବେ ଆଉ ଜଣ ମନୁଷ୍ୟକୁ ଉପରେ ଦୈର୍ଘ୍ୟ ରଖିବା। എന്നാൽ പവിത്ര ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് ହେଲେ ପବିତ୍ର ବାଇବେଲ ଏହି ପ୍ରକାର ମାନଙ୍କୁ ଶିକ୍ଷା ଦିଅନ୍ତି। ആവശ്യങ്ങളെ സ്വർഗീയ പിതാവിനോട് ചോദിപ്പിക്കും. ଆମେ ତୁମର ସମସ୍ତ ଆବଶ୍ୟକତା ଆଲେଲୁୟା ପରମେଶ୍ୱରଙ୍କର ଆଗରେ ପିତାଙ୍କ ନିକଟରେ ତୁମେ ଜଣାଅ। ഹല്ലേലൂയ. ହାଲେଲୁୟା ആമേൻ. കർത്താവ് നമുക്ക് മറ്റൊരു കാര്യം കൂടെ തന്നിട്ടുണ്ട്, അതിന് സ്തോത്രം പറയണം. ଆମେନ୍। ଆଉ ଗୋଟେ ବିଷୟ ବି ପରମେଶ୍ୱର ଆମମାନଙ୍କୁ ପ୍ରଦାନ କରିଛନ୍ତି, ତା ପାଇଁ ମଧ୍ୟ ମାନେ ଧନ୍ୟବାଦ ଦେବାକୁ ପଡିବ। യോഹന്നാൻ 14:27 പറയുന്നു, ଯୋହନ 14:27 ଏହି ପ୍ରକାର କହୁଛନ୍ତି, 14:27 14:27 സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയച്ചു പോകുന്നു. അത്ര വായിച്ചാൽ ମାନେ 27 ପଦରେ ଏହି ପ୍ରକାର ଲେଖିଛନ୍ତି, ମୁଁ ତୁମମାନଙ୍କୁ ଶାନ୍ତି କରିଦେଇଛନ୍ତି। ഹല്ലേലൂയ. ହାଲେଲୁୟା ഹല്ലേലൂയ. ହାଲେଲୁୟା സമാധാനം. ଆମେନ୍। ଶାନ୍ତି മനുഷ്യന് സമാധാനം ഉണ്ടോ? ଆଜିକାଲି ଦୁନିଆରେ କୋଉଠି ବି କାହାକୁ ବି ଶାନ୍ତି ନାହିଁ। ഈ ക്രിസ്മസിന് കേരളത്തിലെ ആൾക്കാര് കുടിച്ചു തീർത്ത മദ്യത്തിന്റെ വില നിങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോകും. ଆମେନ୍। ଏ କ୍ରିସମସ ଦିନରେ କେରଳାରେ ଲୋକମାନେ ପିଇବା ମଦର ଦାମ ମାନେ ପଇସା କେତେ ଅଛି ଆମେ ଶୁଣିଲେ ଜାଣିବା ହବ। ആമേൻ. 152 കോടി രൂപയുടെ മദ്യം കുടിച്ചു തീർത്തു. ଆମେନ୍। 150 କୋଟିର ମଦ ସେମାନେ ପିଇଛନ୍ତି କେରଳାରେ। ഹല്ലേലൂയ. ହାଲେଲୁୟା ഹല്ലേലൂയ. ହାଲେଲୁୟା। യേശു മദ്യത്തെ ଆମେ ପ୍ରୋତ୍ସାഹിപ്പിക്കാൻ വന്ന വ്യക്തിയല്ല. ମଦ ପିଇବା ପାଇଁ ଆମମାନଙ୍କୁ ଉତ୍ସାହ ଦେବା ପାଇଁ ପ୍ରଭୁ ଯୀଶୁ ଏ ଜଗତକୁ ଆସିନାହାନ୍ତି। ക്രിസ്മസ് ആണ് അടിച്ചു ଆମେ പെരുത്തോട എന്ന് പറഞ്ഞു നമ്മളെ പെരുപ്പിക്കാൻ വന്ന ആളല്ല. ଆମେନ୍। ମାନେ କ୍ରିସମସ ଅଛି, ତୁମେ ସମସ୍ତେ ମଦ ପିଇ ମତାଳ ହେଇକି ବୁଲ ବୋଲି କହିବା ପାଇଁ ପ୍ରଭୁ ଯୀଶୁ ଆସିନାହାନ୍ତି। ഹല്ലേലൂയ. ହାଲେଲୁୟା। ആത്മീയ സത്യമാണ്. ଏଇଟା ଗୋଟେ ଆତ୍ମିକ ମାର୍ମିକ ବିଷୟ ଅଟେ। ഇതൊരു മിസ്റ്ററിയാണ്. ଏଇଟା ଗୋଟେ ମାର୍ମିକ ବିଷୟ ଅଟେ। വർഷത്തിൽ ഒരിക്കലല്ല ക്രിസ്മസ്, ବର୍ଷରେ ଥରେ ନାହିଁ କ୍ରିସମସ। വർഷത്തിൽ അനേകം പ്രാവശ്യമാണ് ക്രിസ്മസ്. ଆମେ ବର୍ଷରେ ଅନେକ ଥରେ ଜଣେ ବିଶ୍ୱାସୀର ଜୀବନରେ କ୍ରିସମସ ଆସେ। ഹല്ലേലൂയ. ହାଲେଲୁୟା। എങ്ങനെയാണ് അതെന്ന് ചോദിച്ചാൽ, ସେଟା କେମିତି ବୋଲି ଯଦି କହିବେ, 10 പേര് രക്ഷിക്കപ്പെട്ടാൽ 10 ଜଣ ଯଦି ପରିତ୍ରାଣ ପାଇବେ, എന്റെ സഭയിൽ 10 ക്രിസ്മസാ. ଆମେ ତୁମ ମଣ୍ଡଳୀରେ 10ଟା କ୍ରିସମସ। ഹല്ലേലൂയ. ହାଲେଲୁୟା। 20 പേര് രക്ഷിക്കപ്പെട്ടാൽ ଆମେ 20 ଜଣ ଯଦି ରକ୍ଷା ପାଇବେ, 20 ക്രിസ്മസ് ആണ് നടക്കുന്നത്. ଆମେ 20ଟା କ୍ରିସମସ ମଣ୍ଡଳୀରେ ହବ। ഹല്ലേലൂയ. ହାଲେଲୁୟା। അതും ഇൻസൈഡിൽ നടക്കുന്ന കാര്യമാണ്. ଆମେ ସେଟା ଆନ୍ତରିକ ଭାବରେ ଆମ ଭିତରେ ଯୋଉ ଯୀଶୁ ଖ୍ରୀଷ୍ଟ ଆମ ଭିତରେ ଜନ୍ମ ହବା। ആമേൻ. ഇത് വർഷം വർഷം ജനിക്കുന്ന ക്രിസ്മസ് അല്ല. ଏଡେ ବର୍ଷ ବର୍ଷ ପରବା ପରି କାଟିବା କ୍ରିସମସ ର നിങ്ങൾക്ക് ഒരു ഒറ്റ ക്രിസ്മസേ ഉള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ଜଣେ ଆଲେ ବିଶ୍ୱାସୀର ଜୀବନରେ ତରେ ହିଁ ക്രിസ്മസ്। അതാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ସେ ବିଷୟରେ ବାଇବେଲ ଆମକୁ ଶିକ୍ଷା ଦିଅନ୍ତି। ചോദിക്കട്ടെ, യേശുവിന്റെ ജനനം ഡിസംബർ 25 നിങ്ങൾക്ക് ബൈബിളിൽ കാണിക്കാൻ സാധിക്കുമോ? ଆମେ ପ୍ରଭୁ ଯୀଶୁ ଖ୍ରୀଷ୍ଟଙ୍କର ଜନ୍ମ ତାରିଖ ଡିସେମ୍ବର 25 ଅଛି ବୋଲି ଆପଣ ମାନେ ବାଇବେଲରେ ଦେଖେଇ ପାରିବେ। ആർക്കും കാണിക്കാൻ സാധ്യമല്ല. କିଏ ବି ଦେଖେଇ ପାରିବେ। കാരണം എന്താണെന്ന് അറിയാമോ? କାରଣ କଣ ଜାଣିଛନ୍ତି? കർത്താവ് അറിഞ്ഞുകൊണ്ട് ചെയ്ത കാര്യമാണ്. ଆମେ ପ୍ରଭୁ ତାହା ଜାଣିକି କରୁଛନ୍ତି। അവൻ BC എന്നും AD എന്നും രണ്ടായി തിരിച്ചവനാണ്. ଆମେ ସେ BC AD ମାନେ ବୋଲି ଦୁଇ ଭାଗ କଲେ। Anno and BC after Christ, BC after AD എന്ന് രണ്ടായി ഈ ലോകത്തെ തിരിച്ച് ജനിച്ചവനാണ് യേശു ക്രിസ്തു.
ଆମମାନଙ୍କର ପ୍ରଭୁ ଯୀଶୁ ହାଲେଲୁୟା BC AD ବୋଲି ଦୁଇ ଭାଗ କରିକି ବିଭାଗ କଲେ। ആമേൻ. ഇന്നത്തെ ഡേറ്റ് പറയുമ്പോൾ നമ്മൾ പറയും അജി കൊതാരിക്കോ ആമേൻ 29 ଆମେ ଆଜି ମସିହା। କହିଲା ବେଳେ କେମିତି କହିବ? 29 മസിഹ. ആമേൻ ആമേൻ ഹല്ലേലൂയ. ഹല്ലേലൂയ ആരുടെ പേരായി പറയുന്നത്? ആമേൻ കാരണ നാമ കହୁଛୁ। ആമേൻ. നോർത്ത് ഇന്ത്യയിൽ കംപ്ലീറ്റ് മസിഹയുടെ പേരാ പറയുന്നത്. ନର୍ଥରେ ସମସ୍ତ ମସିହା ବୋଲି କୁହନ୍ତି। ഇവന് സന്തോഷമാണ് ആ പേര് കേൾക്കുന്നത്. ମତେ ବହୁତ ଭଲ ଲାଗେ അവൻ അറിയാതെ തന്നെ മസിഹയുടെ പേര് പറയുന്നത്. ସେମାନେ ନ ଜାଣି ମସିହାର ନାମ କହୁଛନ୍ତି। ഹല്ലേലൂയ. ഹല്ലേലൂയ നമ്മുടെ കർത്താവാണ്. ହାଲେଲୁୟା ମାନଙ୍କର ପରମେଶ୍ୱରଙ୍କର ନାମ ସେମାନେ ଆମେନ୍ ହାଲେଲୁୟା ସେ ଦୁନିଆକୁ ରକ୍ଷା କଲେ। എല്ലാ ദിവസവും പറയുകയാണ് നോർത്ത് ഇന്ത്യക്കാര്. ଆମେନ୍ ସବୁଦିନ ନର୍ଥରେ ଲୋକମାନେ କୁହନ୍ତି ആമേൻ. 29 മസിഹ 2024 ବୋଲି କହନ୍ତି। 2025 ମସିହା ଡିସେମ୍ବର ମାସ 29। ഓക്കേ, praise the Lord. ഹല്ലേലൂയ. 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 Praise the Lord. Praise the Lord. അപ്പോൾ കർത്താവ് ഈ ചരിത്രത്തെ രണ്ടായി മുറിച്ചാളാണ്. ଆମେନ୍ ଆମମାନଙ୍କର ପରମେଶ୍ୱର ଏ ଇତିହାସକୁ ଦୁଇ ଭାଗ କରିଛନ୍ତି। നമ്മുടെ ജീവിതത്തിൽ ക്രിസ്മസ് ഒരു പ്രാവശ്യമേ ഉള്ളൂ. ଏଥିରେ ଆମେ ଗୋଟେ ବିଷୟ ଜାଣିବା ଆମମାନଙ୍କର ଜୀବନରେ ക്രിസ്ମସ୍ ଥରେ ହିଁ ഈ ഡിസംബർ എന്ന് പറയുന്നത് ଡିସେମ୍ବର ବୋଲି ଆମମାନେ କାହିଁକି ଏମିତି କରୁଛନ୍ତି? നമുക്ക് സുവിശേഷം പറയാനും സന്തോഷിക്കാനും ഒരു ദിവസം. ଆମମାନଙ୍କୁ ସୁସମାଚାର ଦେବା ନିମନ୍ତେ ହାଲେଲୁୟା ଆମ ସମସ୍ତଙ୍କୁ ସମବେତ ହେବା ମାନେ ଗୋଟେ ଫେଲୋशिप ମାନେ ସୌଭାଗ୍ୟତାର ଉଦ୍ଦେଶ୍ୟରେ ଆମମାନେ ଖ୍ୟାତ ହେଇଯାଉଛୁ। അതിന്റെ ഒരു പുതിയ ഷർട്ട് പ്രസാദ സാരി ସବୁ ଆମେ ସେ ଯୋଗୁ ଆମମାନେ ଭଲ ଡ୍ରେସ୍ ପରିଧାନ କରୁଛୁ, ଖୁସି ମନାଉଛନ୍ତି, ଆନନ୍ଦରେ ସମସ୍ତେ ମଣ୍ଡଳୀରେ ମିଶି ଯାଏ। ചർച്ചെല്ലാം ଆମେ ମଜାସଜି ସବୁ କରନ୍ତି। ഹല്ലേലൂയ. ହାଲେଲୁୟା ഇത് വ്യവസായികൾ ഭയങ്കര ട്രേഡാക്കി മാറ്റിയിരിക്കുന്നു. ଆମେନ୍ ଏଟା ବିଜନେସର ବଡ ଟ୍ରିକ୍ କରିଛନ୍ତି ଏବେ ସେମାନେ। നക്ഷത്രം വിൽക്കുന്നു, ନକ୍ଷତ୍ର ବିକୁଛନ୍ତି, ക്രിസ്മസ് ട്രീ വിൽക്കുന്നു, କ୍ରିସମସ୍ ଟ୍ରି ବିକୁଛନ୍ତି, ബലൂണുകൾ വിൽക്കുന്നു, ବେଲୁନ ସବୁ ବିକା ବିକି ଚାଲିଛି, പ്രസാദ ସବୁ വിൽക്കുന്നു, ଭଲ ଭଲ ପୋଷାକ ସବୁ ବିକା ହଉଛି, നല്ല നല്ല ക്രീം കേക്കുകൾ ആമേൻ ആമേൻ ഓർഡർ ചെയ്യുന്നു. ଭଲ ଭଲ ମାନେ କ୍ରିମ୍ କେକ୍ ଗୁଡିକ ମାନେ ମାନେ ଅର୍ଡର କରୁଛନ୍ତି। പറഞ്ഞല്ലോ നിങ്ങള് ആമേൻ ഒറീസയിലൊന്നും അത് കാണാൻ സാധിക്കത്തില്ല, ചെറുതായിട്ട് സഭകളിൽ ചർച്ചിലേ കാണത്തുള്ളൂ. ଛୋଟ ଛୋଟ ମାନେ ଓଡିଶାରେ ଖାଲି ମଣ୍ଡଳୀ ଭିତରେ ଏଟା ଦେଖିବାକୁ ପାଏ। എന്നാൽ നിങ്ങൾ കേരളത്തിലേക്ക് ക്രിസ്മസ് സമയത്ത് ഒന്ന് പോകണം. ହେଲେ କେରଳାରେ କ୍ରିସମସ୍ ସମୟରେ କେରଳାରେ ଟିକେ ଯିବାର ଅଛି। മൊത്തം വഴികളും ആമേൻ ആമേൻ ജ്വാലവർണ്ണങ്ങളാൽ മുഖരിതമായി കിടക്കുകയാണ്. ଆମେନ୍ ପ୍ରତ୍ୟେକ ରାସ୍ତା ଏହି ପ୍ରକାର ସଜାସଜି କରିଛନ୍ତି। ഹല്ലേലൂയ. ହାଲେଲୁୟା ഹല്ലേലൂയ. ହାଲେଲୁୟା Praise the Lord. എന്തിനാണ്? କଣ ପାଇଁ? യേശുരാജൻ ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ ജനിച്ചു. ଆମେନ୍ ପ୍ରଭୁ ଯୀଶୁ ଖ୍ରୀଷ୍ଟ ଏ ଜଗତକୁ ଆସୁଛନ୍ତି ବୋଲି। ഹല്ലേലൂയ. ହାଲେଲୁୟା അപ്പോൾ നമ്മളോട് ചിന്തിക്കുന്ന സമാധാനം തരാനാണ് യേശു വന്നത്. ଆମେନ୍ ପରିଶେଷ ମାନେ ଚିନ୍ତା କଲୁ ଆମମାନଙ୍କୁ ଶାନ୍ତି ଦେବା ପାଇଁ യേശു ପ୍ରଭୁ ଆସିଛନ୍ତି। സമാധാനം നൽകുന്ന ആളാണ്. ପ୍ରଭୁ ଆମମାନଙ୍କୁ ଶାନ୍ତି ଦିଅନ୍ତି, നമ്മുടെ ഭവനത്തിൽ സമാധാനം ଆମ ഉണ്ടോ? ପରିବାରରେ ଶାନ୍ତି ଦିଅନ୍ତି, നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടോ? ଆମ ବ୍ୟକ୍ତିଗତ ଜୀବନରେ ଶାନ୍ତି ଅଛି କି? അന്ത്യം കർത്താവ് വരുന്നതിന്റെ അടയാളമാണ്. ଆମେନ୍ ଯେ ପ୍ରଭୁ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതിന്റെ അടയാളമാണ് ପ୍ରଭୁ ଯୀଶୁ ମାନଙ୍କର ଜୀବନରେ ଆସିବାର ମୁଖ୍ୟ ଚିହ୍ନ ଅଟେ സമാധാനം. ଶାନ୍ତି। ഹല്ലേലൂയ. ହାଲେଲୁୟା ദൈവദൂതന്മാർ പറഞ്ഞെന്താണ്? ପ୍ରଭୁଙ୍କର ଦୂତମାନେ ଆସିକିରି କଣ କହିଲେ? അത്യുന്നതങ്ങളുടെ ദൈവത്തിൽ മഹത്വം, ଉର୍ତ୍ତରେ ଈଶ୍ୱରଙ୍କର ମହିମା, ഭൂമിയിൽ സമാധാനമുള്ള മനുഷ്യൻ. ଆମେନ୍ ପୃଥିବୀରେ ସନ୍ତୋଷ ପାତ୍ର ଲୋକମାନଙ୍କ ମଧ୍ୟରେ ଶାନ୍ତି ହଉ। ഹല്ലേലൂയ. ହାଲେଲୁୟା ഹല്ലേലൂയ. ହାଲେଲୁୟା നമുക്ക് ശാന്തിയുണ്ടോ? ଆଜି ଆପଣମାନଙ୍କ ଶାନ୍ତି ଅଛି କି? നമ്മുടെ സമാധാനമുണ്ടോ? ସମାଧାନ ଅଛି କି? ആനന്ദമുണ്ടോ? ଆନନ୍ଦ ଅଛି କି? ആമേൻ. തീർച്ചയായിട്ടും നിങ്ങൾ യേശുവിലുള്ളവരാണ്. ଆମେନ୍ ଯଦି ଆରେ ତୁମ ପାଖରେ ଏସବୁ ଥାଏ ତୁମେ ନିଶ୍ଚୟ ପ୍ରଭୁଙ୍କର ଅଛି। സമാധാനം ദൈവത്തിൽ തന്ന ദൈവത്തിന് സ്തോത്രം പറയാം. ଆମେ ଧନ୍ୟବାଦ ଦେବା ପ୍ରଭୁଙ୍କୁ। ପ୍ରଭୁ ତୁମେ ମତେ ଶାନ୍ତି ଦେବା ଦ୍ୱାରା ଧନ୍ୟବାଦ। ഹല്ലേലൂയ. ହାଲେଲୁୟା ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 5:31 പറയുന്നു, ପ୍ରେରିତ ମାନଙ୍କର ବହି 5:31ରେ ଏହି ପ୍ରକାର କହୁଛନ୍ତି। ആമേൻ. 31 31:5 യേശു എന്താണ് തന്നത്? ଯୀଶୁ କଣ ଦେଇଛନ୍ତି? ദൈവം തന്നതുകൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ହାଲେଲୁୟା ସେଟା ପ୍ରଭୁ ଆମମାନଙ୍କୁ ଦେବା ଦ୍ୱାରା ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തന്റെ വലം കൈയിൽ ഉയർത്തിയിരിക്കുന്നു. ଆମେନ୍ ସେ ଯେପରି ଇସ୍ରାଏଲକୁ ମନ ପରିବର୍ତ୍ତନ ଆଉ ପାପ କ୍ଷମା ଦାନ କରନ୍ତି, ଏଥି ନିମନ୍ତେ ଈଶ୍ୱର ଆପଣ ଦକ୍ଷିଣ ହସ୍ତ ଦ୍ୱାରା ତାଙ୍କର ଆଧିପତି ଆଉ ତ୍ରାଣକର୍ତ୍ତା ରୂପେ ଉନ୍ନତ କରିଅଛନ୍ତି। ഒറ്റ വാക്ക് ശ്രദ്ധിച്ചാൽ ସେ ଗୋଟେ ମାନେ ଦାଣ୍ଡି ମାନେ ଚିନ୍ତା କଲେ ହବ। പാപമോചനം. ଆମେନ୍ ପାପ କ୍ଷମା ଦାନ କରନ୍ତି। ഹല്ലേലൂയ. ହାଲେଲୁୟା ദൈവം നമുക്ക് പാപമോചനം തന്നതിനായി സ്തോത്രം ପ୍ରଭୁ ചെയ്യാം. ଆମମାନଙ୍କର ଜୀବନରେ ପାପ କ୍ଷମା
ଦେଇଛନ୍ତି ସେଥିପାଇଁ ପ୍ରଭୁଙ୍କ ମାନେ ଆଜି ଧନ୍ୟବାଦ ଦେବା। ହାଲେଲୁୟା Hallelujah. ଆମେନ୍। പറഞ്ഞതിനകത്ത് ദൈവത്തിന് ആരാധനീയ സമാസർ ദാന പായി പ്രഭുക്ക് ധന്യവാଦ ദിଅ। അതിലൊന്ന് ഏറ്റവും പ്രധാനമാണ് പാപക്ഷമ. ആമേൻ। ସେ ଭିତରେ ସର୍ବପ୍ରଥମ ବିଷୟ ଅଟେ ପ୍ରଭୁ ଆମମାନଙ୍କର ପାପକୁ କ୍ଷମା ଦେଇଛନ୍ତି। ക്ഷമിച്ചതുകൊണ്ടാണ് നമ്മൾ ഈ സഭയ്ക്കകത്ത് കടന്നു വരികയായത്. ପ୍ରଭୁ ଆମମାନଙ୍କର ପାପ କ୍ଷମା କରିବା ଦ୍ୱାରା ଆଜି ଆମମାନେ ଏ ସ୍ଥାନରେ ଆମମାନେ ଏକାଠି ହେଇଛୁ। പാപം ക്ഷമിക്കാത്തത് കൊണ്ടാണ് ആദാമിനെ ഹവ്വയും തോട്ടത്തിൽ നിന്ന് അർത്ഥാൽ സഭയിൽ നിന്ന് വെളിയിലാക്കിയത്. ആമേൻ। ଯାହାର ଜୀବନରେ ପ୍ରଭୁ ପାପ କ୍ଷମା ଦେଇନାହାନ୍ତି ଆମମାନଙ୍କର ପୂର୍ବ ପୁରୁଷ ଆଦମ ହୱାକୁ ସେମାନେ ଉଦ୍ୟାନ ମଧ୍ୟରୁ ପରମେଶ୍ୱର କଣ କଲେ? ବାହାର କାଢିଦେଲେ। ഹല്ലേലൂയ. ହାଲେଲୁୟା। പിന്നെ ദൈവം വെളിയിലാണ് താമസിച്ചത്. ତାପରେ ପରମେଶ୍ୱର ବାହାରେ ରହିଲେ। ആമേൻ. യെരൂശലേം സഭ നിർമ്മിച്ചതിന് ശേഷമാണ് സഭയ്ക്കകത്ത് കർത്താവ് വന്നത്. ଜେରୁସଲେମ ମଣ୍ଡଳୀ ଯେତେବେଳେ ମନ୍ଦିର ଯେତେବେଳେ ନିର୍ମାଣ କଲା ପରେ ପରମେଶ୍ୱର ମନ୍ଦିର ଭିତରେ ଆସିଲେ। ഹല്ലേലൂയ. ହାଲେଲୁୟା। പാപം ചെയ്യുന്ന വീട്ടിൽ നിന്നും പാപം ചെയ്യുന്ന വ്യക്തിയിൽ നിന്ന് കർത്താവ് അകന്നിരിക്കും. आमेन। जो आलेलो करे पाप करे जो व्यक्तिगत जीवନରେ पाप रहे ताटारो प्रभु जीसु सब बेले बाहर रहिबो। ഹല്ലേലൂയ. हालेलुया। കർത്താവ് കടന്നു വന്നത് പാപക്ഷമ തരുവാനാണ്. आमेन। गोटे विषय जानि नियंतु जेदि तुमे पाप करिताए आजि क्षमावान परमेश्वर पाप क्षमा दबारे मध्ये जगत को प्रेरणा कले। പാപക്ഷമ ଦେଲେ പരമ ആനന്ദം. आमेन। गोटे गीत अछि पाप क्षमा देले की आनंद। आनंद आनंद किपरि कोहिबी केते आनंद 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 किपरि कोहिबी केते आनंद प्रभु यीशु ख्रिस्त पाप क्षमा देले केते आनंद प्रभु यीशु ख्रिस्त पाप क्षमा देले परम आनंद। हालेलुया. हालेलुया। परम आनंद. आमेन। पाप क्षमा पाइबा द्वारा माने परम आनंद पाइयोछु। നമുക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് നമ്മൾ സന്തോഷിക്കാത്തത്. आमेन। आमे एटा बुझी पारनी ठीक से सेति पाई माने आनंद करि पारनी। हालेलुया. हालेलुया। അർത്ഥം മനസ്സിലായോ? यदि तुम्हें तार अर्थ बुझी जाए ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കൂ. आमेन। प्रभु को धन्यवाद दे 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 बस ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരിക്കൂ. ताकर प्रशंसा करि बस കർത്താവിനെ പിടിച്ചു മാമാനങ്ങൂ. आमेन। हालेलुया। चकुड़ना चटिल कड़दा നമ്മളെ അവൻ തന്റെ വലങ്കരം പിടിച്ചു നമ്മളെ ഉയർത്തി. आमेन। ताकर दक्षिण हस्त द्वारा मान को प्रभु टाणी आणछ। ഹല്ലേലൂയ. हालेलुया। വചനത്തിനായി സ്തോത്രം ചെയ്യുക. ये वाक्य पाई प्रभु को धन्यवाद। ഹല്ലേലൂയ. हालेलुया। ഇസ്രായേലിന്റെ മാനസാന്തരവും പാപമോചനത്തിനു വേണ്ടിയാണ്. आमेन। इस्राएल रो मन परिवर्तन औ पाप क्षमा दान करिबा निमंते परमेश्वर आसिले। ഹല്ലേലൂയ. हालेलुया। അടുത്ത കർത്താവിന് എന്തിനാ സ്തോത്രം ചെയ്യണ്ടേ? ଆଉ କଣ ପାଇଁ ମାନେ ପ୍ରଭୁକୁ ଧନ୍ୟବାଦ ଦେବା? പ്രിയതമൻ അപ്പോസ്തല പ്രവൃത്തി 14:17 നോക്കി. ଆମେ ପ୍ରେରିତ ମାନଙ୍କର ବହି 14 ର 17 ପଦ ମାନେ ଟିକେ ପାଠ କରିବା। ആമേൻ. ଦେଖିବା। ତଥାପି ସେ ଆପଣାକୁ ସାକ୍ଷ୍ୟ ବାହିନୀ କରି ରଖେ ନାହାନ୍ତି କାରଣ ସେ ମଙ୍ଗଳ କରିଅଛନ୍ତି ଆଉ ଆକାଶର ବୃଷ୍ଟି ଓ ଫଳଦାୟକ ଋତୁ ଗୁଡ଼ିକ ଦେଇ ଭକ୍ଷ୍ୟ ଓ ଆନନ୍ଦରେ ଆପଣମାନଙ୍କ ହୃଦୟ ପରିତୃପ୍ତ କରିଅଛନ୍ତି। ഹല്ലേലൂയ. ହାଲେଲୁୟା। എന്തിനാണ് പറഞ്ഞിരാത്ത ദാനം? आमेन। एडा ଅଟନ୍ତି ଈଶ୍ୱରଙ୍କର ଆଗଦିନୀୟ ଦାନ। ഈ ഭൂമിക്ക് വേണ്ടി സ്തോത്രം ചെയ്താട്ടെ. आमेन। ଏ ପୃଥିବୀ ପାଇଁ ମାନେ ପ୍ରଭୁକୁ ଧନ୍ୟବାଦ ଦେବା। ഹല്ലേലൂയ. हालेलुया। ആമേൻ. ഹിമഗണങ്ങളുള്ള സ്ഥലങ്ങൾക്കായി സ്തോത്രം ചെയ്യുക. आमेन। प्रत्येक ऋतुरे प्रभु ଆମମାନଙ୍କର ଦେଶକୁ ରୋକିବା ଦ୍ୱାରା ମାନେ ପ୍ରଭୁକୁ ଧନ୍ୟବାଦ। അനുഭൂമിയുള്ള ദേശത്തിനായി സ്തോത്രം പറഞ്ഞാട്ടെ. आमेन। प्रांत प्रदेश निमंते में धन्यवाद देवा। കടലുകളുള്ള സ്ഥലങ്ങൾക്കായി സ്തോത്രം പറഞ്ഞാട്ടെ. जो जगह रे समुद्र अछि से जगह निमंते धन्यवाद देवा। ആമേൻ. മൗണ്ടൻസ് ഉള്ള സ്ഥലങ്ങൾക്കായി സ്തോത്രം പറഞ്ഞാട്ടെ. पर्वत दिबा जगह निमंते धन्यवाद देवा। ആപ്പിളുള്ള സ്ഥലത്തിനായി സ്തോത്രം പറ. माने आपिल दिबा जगह निमंते धन्यवाद देवा। ഓറഞ്ചുള്ള സ്ഥലത്തിനായി സ്തോത്രം പറ. ऑरेंज दिबा जगह निमंते धन्यवाद देवा। യഹോവയുള്ള സ്ഥലത്തിനായി സ്തോത്രം പറ. गहुम दिबा जगह निमंते धन्यवाद देवा। അരിയുള്ള സ്ഥലങ്ങൾക്കായി സ്തോത്രം പറ. आमेन। धन दिबा जगह निमंते धन्यवाद देवा। ഹല്ലേലൂയ. हालेलुया। ഹല്ലേലൂയ. हालेलुया। ആമേൻ. आमेन। ഇതെല്ലാം സീസൺ ബൈ സീസൺ. आमेन। एडा प्रभु प्रत्येक ऋतु देई सब प्रभु देइछथि। ആമേൻ. ഹോട്ടലിൽ പോയി താമസിക്കണം. ഒരു എസിയുടെ ആമേൻ വില ഒരു ദിവസത്തെ അറിയണം. आमेन। जदि ठंडा दिन जदि अनुभव करबा पाई एसी पाई हमारे होटल जाय के रोई पैसा देले जणा पड़िबो केता टका गुटे दिन देबा। ഹല്ലേലൂയ. हालेलुया। ഹല്ലേലൂയ. हालेलुया। ആമേൻ. 4 മാസം ഫ്രീയാണ്. हेबे कोन हमको 4 मास एकदम फ्री रे देइछथि। പുറകിലെ ഫാൻ കറങ്ങുന്നില്ല. पछरे हमरा फैन भी चलना ഹല്ലേലൂയ. ऑन करना दियो। തണുത്തിരിക്കുകയാണ്. कारण ठंडा अछि। ദൈവത്തിന് സ്തോത്രം പറ. प्रभु को धन्यवाद दियो। ഇതെന്താ അമേരിക്ക ഉണ്ടാക്കുന്ന ഐസാണോ? एडा अमेरिका बनीबा आइस की ഇന്ത്യ ഉണ്ടാക്കുന്ന ഐസാണോ? एडा इंडिया बनीबा आइस की ആമേൻ. അല്ല.
ନାଇଁ എന്റെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ତାଙ୍କର ଲୋକମାନଙ୍କ ନିମନ୍ତେ ପରମେଶ୍ୱର ପ୍ରତ୍ୟେକ ସମୟରେ ପ୍ରଦାନ ഇതിനെ କରିଛନ୍ତି। പഠിക്കുമ്പോൾ ദൈവത്തോട് സ്നേഹം തോന്നും. ଆମେ ଯେତେବେଳେ ଈଶ୍ୱରଙ୍କର ବାକ୍ୟ ମଧ୍ୟରୁ ମାନେ ପାଠ କରିବା ସମୟରେ ପ୍ରଭୁଙ୍କ ସହିତ ମାନଙ୍କୁ ପ୍ରେମ ଲାଗେ। ആകാശത്തിലെ മഴ, ଆମେ ଆକାଶରେ ବୃଷ୍ଟି, ഫലവൃഷ്ടിയുള്ള കാലങ്ങൾ, ଆମେ ବହୁତ ଫଳ ଫଳିବାର ଅବସ୍ଥା, ആഹാരം നൽകി ଆମେ ଖାଦ୍ୟ ସବୁ ପ୍ରଭୁ ପ୍ରଦାନ କରୁଛନ୍ତି। നമ്മളെ തൃപ്തരാക്കുകയാണ്. ଆମେ ପରମେଶ୍ୱର ମାନଙ୍କୁ ଆମେ ପରିତୃପ୍ତ କରି ରଖିଛୁ। ഹല്ലേലൂയ. ହାଲେଲୁୟା। ഭക്ഷണം കഴിക്കും തൃപ്തരാകുന്നില്ലേ? ଆମେ ଖାଦ୍ୟ ଖାଇଲା ବେଳେ ମନକୁ ତୃପ୍ତି ଲାଗୁଛି କି? ഹല്ലേലൂയ. നിങ്ങൾ പറയുന്നില്ലേ തൃപ്തമായിരിക്കണം. ଓ ମୁଁ ଖାଇଲି ପେଟ ଭର୍ତ୍ତି ହେଲା, ഹല്ലേലൂയ. ତୃପ୍ତି ହେଲା। Praise the Lord. സംസ്കൃത പദം ഇങ്ങനെ പറയുന്നത്, ସଂସ୍କୃତରେ ଏମିତି କହନ୍ତି, ഏകഭുക്തം മഹാ യോഗി, ଗୋଟେ ଥରେ ଖାଇବା ଲୋକ ବହୁତ ମାନେ ଉତ୍ତମ ବ୍ୟକ୍ତି, യോഗി. ଉତ୍ତମ ବ୍ୟକ୍ତି। ദ്വിതീയഭുക്തം മഹാരോഗി, ଦ୍ୱିତୀୟ ଭୁକ୍ତ ମାନେ ମହାଯୋଗ୍ୟ ମାନେ മഹാരോഗി. ରୋଗୀ। തൃതീയഭുക്തം ତୃତୀୟ ଭୁକ୍ତ മഹാദ്രോഹി. ମାନେ ତିନି ଥର ଯେ ଖାଆନ୍ତି ସେ ମହାଦ୍ରୋହୀ। ഹല്ലേലൂയ. ଆମେନ୍। Praise the Lord. ହାଲେଲୁୟା, ഹല്ലേലൂയ. ହାଲେଲୁୟା। മൂന്നേരം കഴിക്കണമെന്നാ പറയുന്നത്. ତିନି ଓଳି ଖାଇବାର ଆବଶ୍ୟକତା ନାହିଁ ବୋଲି, ഒരു നേരം കഴിച്ചാൽ മതി. ଥରେ ଖାଇଲେ ଉତ୍ତମ, അത് നമ്മുടെ ശരീരത്തിന് ഓക്കെ. ସେଟା ଆମ ଦେହ ପାଇଁ ଯଥେଷ୍ଟ। രണ്ടാമത് കഴിക്കുമ്പോൾ ଦ୍ୱିତୀୟରେ ଖାଇଲା ବେଳୁ ടാബ്ലറ്റ് കഴിക്കാൻ തുടങ്ങും. ടാബ്ଲେଟ୍ ଖାଇବାକୁ ଲାଗିବ, നമ്മളെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. ସେଥିପାଇଁ ଆମେ ଖାଉଛନ୍ତି। മൂന്ന് നേരം കഴിച്ചാൽ ତିନି ଓଳି ଯଦି ଖାଇବ, ഇവിടെ എല്ലാം പിന്നെ എന്താ ଆମ- എന്താ എന്റെ മോൻ പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, 8 വർഷം ഗർഭവതികൾ സത്ത് ଦେବା ପାଇല്ല. ମୋ ପୁଅ ଯାଇକି ଦୋକାନରେ ସତୁ ମାଗିଲା ବେଳୁ କୋଉ ସାଇଜ ବୋଲି ପଚାରିଲେ ଦୋକାନ ବାଲା, ଯେମିତି 8 ମାସ ପେଟ ଥିବ ସେ ଲୋକ ପିନ୍ଧି ପାରିବେ ସେମିତି ଗୋଟେ ସତୁ। അവരെല്ലാം ചിരിച്ചു. ସେମାନେ ସମସ୍ତେ ହସିଲେ। എല്ലാം എന്താണെന്നറിയാം, ଏସବୁ କଣ ଅଛି ଜାଣିଛନ୍ତି କି? പ്രൈസ് ദി ലോർഡ്, എക്സ്ട്രാ ഫുഡുകൾ അടിഞ്ഞു കിടക്കുന്ന സമയമായി. ଆମେ ଏକ୍ସଟ୍ରା ଯୋଉଟା ଆମେ ଖାଇ ପକେଇଥିଲୁ ସେ ସବୁ ପଡିଥିବା ଜାଗା, അതിനാണ് ദ്രോഹി എന്ന് പറയുന്നത്. ସେଥିପାଇଁ ଏମାନେ ଦ୍ରୋହୀ ବୋଲି କହନ୍ତି। ନିଜକୁ ଦେହକୁ ଆମମାନେ କଷ୍ଟ ଦଉଛନ୍ତି। ഹല്ലേലൂയ. ହାଲେଲୁୟା। ഞങ്ങളുടെ ഹോസ്റ്റലിലെ കൊച്ചു പെൺപിള്ളേരുണ്ട്, ହେଲେ ଆମମାନଙ୍କର ହଷ୍ଟେଲରେ ଛୋଟ ଛୋଟ ପିଲାମାନେ ଅଛନ୍ତି, അവരിപ്പോ ഭയങ്കര ഡയറ്റ് ചെയ്യില്ല. ସେମାନେ ବହୁତ ଡାଇଟିଂରେ ଅଛି। അവരിപ്പോ പത്രേ വന്ന് ചേഷ്ട കുറിച്ചു. ହୁଁ। ഹല്ലേലൂയ. ହାଲେଲୁୟା, ഹല്ലേലൂയ. ହାଲେଲୁୟା, ഹല്ലേലൂയ. ହାଲେଲୁୟା। പ്രൈസ് ദി ലോർഡ്. തമാശ പറയുന്നതാണ്. ମଜା କରେ। കർത്താവ് നമുക്കെല്ലാം തരുന്ന ദൈവമാണ്. ആമേൻ। പരമേശ്വര ଆମମାନଙ୍କୁ ସବୁ କିଛି ପ୍ରଦାନ କରେ। ഹല്ലേലൂയ. ହାଲେଲୁୟା। എന്താണ് ഈ ദൈവത്തിന്റെ ദാനം? പ്രൈസ് ഗോഡ്. ആമേൻ। ଏ ଈଶ୍ୱରଙ୍କର ଦାନ କଣ? ആമേൻ. ഹല്ലേലൂയ. ହାଲେଲୁୟା। ആമേൻ. ബൈബിളിൽ വെളിപ്പെടുത്തുന്ന ദൈവിക അരുളപ്പാടുകൾ, ആമേൻ, ഹല്ലേലൂയ, ഇല്ലാതിരുന്ന കാലത്ത് ദൈവം തന്റെ നന്മ പ്രകൃതിയിലൂടെ തന്നുകൊണ്ടിരുന്നു. आमेन। जो ये वाक्यर जो लिखित प्रत्येक विषय माने प्रचार करिबा पाई किए नोतिबा समय रे मध्य प्रभु तांकर प्रत्येक दान मनुष्य मानक प्रति जगुते। ദൈവത്തെ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും आमेन। प्रभु को किए जानो न जानिले मध्य ഈ ഭൂമിയിലെ നന്മ ദൈവം അവർക്ക് തരും. आमेन। ये पृथ्वी रे जो अनुग्रह अछि समस्त का पाई परमेश्वर। ഹല്ലേലൂയ. हालेलुया, ഹല്ലേലൂയ. हालेलुया। എല്ലാവർക്കും പകലും രാത്രിയും കൊടുക്കും. आमेन। समस्त को दिन और रात्रि दउछि। ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ മക്കൾക്ക് സ്പെഷ്യൽ ആയിട്ടില്ല. तांकर संतान मानक स्पेशल भावरे नाही। ഹല്ലേലൂയ. हालेलुया। അമ്മമാരങ്ങനെ തങ്ങളെ സ്നേഹിക്കുന്ന മക്കൾക്ക് വേണ്ടി വലിയ വലിയ പീസ് എടുത്ത് മാറ്റും. माँ माने कोण माने अधिक प्रेम करिवा पिल्ला मानक पाई भल भल पीस जीन्स सब रखंदी। ഹല്ലേലൂയ. हालेलुया। അങ്ങനെ ദൈവം അങ്ങനെ ചെയ്തിട്ടില്ല. अमानक परमेश्वर सही प्रकार। ഹല്ലേലൂയ. हालेलुया। എല്ലാവർക്കും ഒരുപോലെ. हमें समस्त को एक पावरे। ആമേൻ. ഇസ്രായേൽ മക്കൾക്ക് മന്ന ഇട്ടു കൊടുത്തത് അങ്ങനെയാ. इस्राएल लोक मानक जतबेले परमेश्वर मन्ना देला समय रे ആമേൻ. അതുപോലെ ദൈവം കൊടുത്തു. हमें सही प्रकार समस्त को समान देखंदी। ഒത്തിരി പേര് വലിയ ചാക്ക് കൊണ്ടുവന്ന് അതിനകത്ത് ഇട്ട്. केते लोग अधिक माने काढी के रखिवा पाई चेष्टा करले। ഹല്ലേലൂയ. हालेलुया, ഹല്ലേലൂയ. हालेलुया। എന്നാൽ അത് ക്രമിച്ചതാണ്. एले सेडा माने पुक खाइले कृमि खाइ। ഹല്ലേലൂയ. हालेलुया। നമ്മുടെ ദൈവം എല്ലാവർക്കും ഒരുപോലെ കൊടുക്കും. अमनको परमेश्वर समस्त को समान दियो। ആരെയും ആമേൻ പൊക്കത്തിൽ ആരെയും താക്കത്തില്ല. काकु भी टेकंदी नै ना काकु भी निचस्त ദൈവത്തിന്റെ करंदी। സ്നേഹം അങ്ങനെയാണ്. परमेश्वर प्रेम सही प्रकार। Praise the Lord. हालेलुया, ഹല്ലേലൂയ. हालेलुया। ആമേൻ. അവസാനമായിട്ട് परिशेषरे माने गुटे विषय। ശേഷം രണ്ടാമത്തെ ഭാഗം ഉണ്ടെന്ന് വേറെ ദിവസം നമുക്ക് പറയാം. आमेन। परिशेषरे मु गुटे विषय कोई भी बाकी जोड़ा पछे मु आउ नेक्स्ट टाइम कोई। 15ന്റെ ആമേൻ. പ്രേരിത 15ന്റെ 8ാമത്തെ വാക്യം. प्रेरित 15 रो 8 पद।
अंतर्जामी ईश्वर हाँ। आम्भମାନଙ୍କୁ ଯେପରି ପବିତ୍ର ଆତ୍ମା ଦାନ କରିଛନ୍ତି हाँ। ସେମାନଙ୍କ ମଧ୍ୟ ସେପରି ଦାନ କରି ସେମାନଙ୍କ ପକ୍ଷରେ ସାକ୍ଷ୍ୟ ଦେଇଛନ୍ତି। ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം Amen. Amanଙ୍କର ହୃଦୟର ଅବସ୍ଥା ଜାଣିବା ପାଇଁ അവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുത്തു. Amen. ସେମାନଙ୍କୁ ପବିତ୍ର ଆତ୍ମାଙ୍କୁ ପ୍ରଦାନ କଲେ ഹല്ലേലൂയ. Hallelujah. ദൈവം നമുക്ക് തന്നെ ପ୍ରଭୁ ଆମମାନଙ୍କୁ କଣ ଦେଲେ? തൃത്വത്തിൽ മൂന്നാമനായ Amen. ତୃତୀୟରେ ତିନି ଆମମାନଙ୍କୁ ଏକ ଆମମାନଙ୍କୁ ଦେଲେ ട്രിനിറ്റിയിൽ ଟ୍ରିନିଟି ଭିତରେ ଏକ ଆମମାନଙ୍କୁ ପ୍ରଦାନ କରୁଛନ୍ତି പുത്രന്റെ നാമം ପୁତ୍ରଙ୍କୁ ଦେଲେ പരിശുദ്ധാത്മാവിനെ നാമം. ପବିତ୍ର ଆତ୍ମାଙ୍କୁ ବି ଦେଲେ ഹല്ലേലൂയ. Hallelujah. ഇനി എന്താ ദൈവം തരാത്ത? ଆଉ କଣ ଦେବାର ଅଛି? ഏറ്റവും മൂല്യവസ്തുവിനെ ദൈവം തന്നെ. ସବୁଠୁ ମୁଖ୍ୟ ବିଷୟକୁ ପରମେଶ୍ୱର ମାନଙ୍କୁ ଦେଲେ നിങ്ങൾ ഒന്ന് ചിന്തിച്ചേ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒരാൾക്ക് സാരി കൊടുക്കാനായി തീരുമാനിച്ചാൽ നിങ്ങൾ ഏത് സാരി ആ വ്യക്തിക്ക് കൊടുക്കും? ଯଦି ଜଣ ଆମ ଘରେ ଜଣକୁ ଗୋଟେ ଶାଢୀ ଦେବା ପାଇଁ ଇଚ୍ଛା କରେ ଭଉଣୀ ମାନେ କୋଉ ଶାଢୀ ଦବ? നിങ്ങൾ ഏത് ഷർട്ട് കൊടുക്കാനായിട്ട് തീരുമാനിക്കും? କୋଉ ଶାର୍ଟ ଦେବା ପାଇଁ ଇଚ୍ଛା କରେ? Praise the Lord. ശരിയായിട്ടുള്ള ଚିରା അയൺ ചെയ്തപ്പോൾ ചുരുങ്ങി പോയത്. ଯେତେବେଳେ ଆୟନ କରୁଥିଲ ଲାଗି ଯାଇଛି ഹല്ലേലൂയ. Hallelujah. ഈ അനേക വർഷമായത് କେତେକ ବର୍ଷ ବିତି ସରିବାଟା ഞാൻ എന്നെ തന്നെയാണ് എന്നോട് തന്നെ ചോദിക്കുന്നത്. ମୁଁ ମତେ ନିଜକୁ ପଚାରୁଛେ ଆପଣମାନେ ନିଜ ପଚାରନ୍ତୁ നിങ്ങൾ ആർക്ക് എന്ത് കൊടുക്കും? କାହାକୁ କଣ ଦବ କେମିତି ଦେବେ? നിങ്ങൾ നല്ലത് കൊടുക്കുമോ? ଭଲ ଜିନିଷ ଦେବେ କି? Praise the Lord. Praise the Lord. അതുപോലെ നിങ്ങൾ നല്ലത് കൊടുത്താൽ നിങ്ങൾക്ക് നല്ലത് കിട്ടും. ପ୍ରଭୁ କହନ୍ତି ଆମେ ଯଦି ଭଲ ଦବା ଆମେ ଭଲ ବି ପାଇବେ ഹല്ലേലൂയ. Hallelujah. നിങ്ങൾ കേടായി കൊടുത്താൽ ଯଦି ଖରାପ ଜିନିଷ ଦବ നിങ്ങൾക്ക് കേട് കിട്ടും. ତୁମେ ଖରାପ ହିଁ ପାଇବ അത് ബൈബിൾ ശാസ്ത്രമാണ്. ଆମେ ସେଟା ବାଇବଲରେ ସେଇ ପ୍ରକାର ଲେଖିଛନ୍ତି പരിശുദ്ധാത്മാവിനെ ദൈവം തന്നിരിക്കുന്നു. ଏଠି ପବିତ୍ର ଆତ୍ମାଙ୍କୁ ଈଶ୍ୱର ଦାନ ଦେଇଛନ୍ତି സഭയിലേക്ക് തന്നിരിക്കുക. ମଣ୍ଡଳୀକୁ ଦେଉଛନ୍ତି എന്തിനാ തന്നത്? କଣ ପାଇଁ ଦେଇଛନ୍ତି? ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിലുണ്ട്. ଏ ପବିତ୍ର ଆତ୍ମା ଆମ ମଧ୍ୟରେ ବାସ କରନ୍ତି കർത്താവിന്റെ രണ്ടാമത്തെ വരവ് വരെയും ଈଶ୍ୱରଙ୍କର ମେଘମଣ୍ଡଳର ଦ୍ୱିତୀୟ ଆଗମନ ପର୍ଯ୍ୟନ୍ତ സഭയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ഒരുമിച്ചായിരിക്കും പോകുന്നത്. ମଣ୍ଡଳୀ ଆଉ ଈଶ୍ୱରଙ୍କର ପବିତ୍ର ଆତ୍ମା ମିଶିକି ଏ ଜଗତରୁ ନୀତ ହବ ഹല്ലേലൂയ. Hallelujah. അതിന് തന്നിരിക്കുക. ସେଥିପାଇଁ ପ୍ରଭୁ ଦେଇଛନ୍ତି നമുക്ക് ഒറ്റയ്ക്ക് സ്വർഗ്ഗത്തിൽ ചെല്ലാൻ പറ്റുമോ? ଆମେ ଏକୁଟିଆ ସ୍ୱର୍ଗରେ ପହଞ୍ଚି ପାରିବନି ചിറകുണ്ടോ? ଆମମାନଙ୍କୁ ଡେଣା ଅଛି କି? നമുക്ക് എഞ്ചിനുണ്ടോ? ଆମମାନଙ୍କ ଏଞ୍ଜିନ ଅଛି କି? നമ്മുടെ റോക്കറ്റ് ഉണ്ടോ? ଆମମାନଙ୍କ ପାଖରେ କୌଣସି ବାହନ ଅଛି କି? അമ്മേ, നമ്മുടെ കയ്യിൽ ഒന്നേ ഉള്ളൂ. ଆମ ହାତରେ ଗୋଟେ ବିଷୟ ദൈവം ଅଛି തന്നിരിക്കുന്ന വചനം. ଈଶ୍ୱର ଦେଇଥିବା ବାକ୍ୟ ഹല്ലേലൂയ. Hallelujah. ഇതിനകത്ത് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുകയാണ്. ଏ ଭିତରେ ପବିତ୍ର ଆତ୍ମାକୁ ଆମମାନଙ୍କୁ ଦାନ କରୁଛନ୍ତି ടിക്കറ്റ് അടിക്കുന്നത് പോലെ മുദ്രയിട്ട് വെച്ചിരിക്കുക. ଆମେ ଟିକେଟ ଦେବା ପରି ପବିତ୍ର ଆତ୍ମାରେ ଆମମାନଙ୍କୁ କଣ କରୁଛନ୍ତି? ମୁଦ୍ରା କରୁଛନ୍ତି കർത്താവിന്റെ വരവിൽ നമുക്ക് എടുക്കപ്പെടണമെങ്കിൽ ଆମେ ଯଦି ପରମେଶ୍ୱରଙ୍କର ଆଗମନରେ ଆମମାନଙ୍କୁ ଏ ଜାଗାରୁ ଯିବା ପାଇଁ ଇଚ୍ଛା କରିବେ അമ്മേ, മൂല്യം നൊത്തിമ അമ്മേ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ଆମମାନେ କିଛି ବି ମୂଲ୍ୟ ନ ଦଉଥିବା എന്ന് നമ്മൾ ചിന്തിക്കുന്ന ମାନେ ଚିନ୍ତା କରିବା അമ്മേ എന്ന് നമ്മൾ ചിന്തിക്കുന്ന പരിശുദ്ധാത്മാവിനെയാണ് തന്നിരിക്കുന്നത്. ପବିତ୍ର ଆତ୍ମାକୁ ପ୍ରଭୁ ଦେଇଛନ୍ତି ഹല്ലേലൂയ. Hallelujah. ഇതിന് വിലയുണ്ട്. ଏଇଟା ବହୁତ ବହୁମୂଲ୍ୟ ଅଟେ നമ്മൾ ഇവിടെയൊക്കെ പറയും, ഇടയ്ക്ക് സഭയിലേക്ക് ഒന്ന് വരണേ. ଆମେ ଅନ୍ୟମାନଙ୍କୁ କହିଥାଉ ଆଉ ମଣ୍ଡଳୀରେ ସବୁ ଟିକେ ଆସିବ അമ്മേ, പാസ്റ്ററിന്റെ ഇഷ്ടം അതാണ്. ପାଷ୍ଟରଙ୍କର ଇଚ୍ଛା ସେଇଟା സഭ എല്ലാവരും ഇരുന്നാൽ സന്തോഷം. ମଣ୍ଡଳୀରେ ସମସ୍ତେ ଆସି ବସିଲେ ବହୁତ ଖୁସି ଲାଗେ കുറച്ച് കഴിയുമ്പോ ଅଳ୍ପ ଦିନ ପରେ ഓടി വന്ന് പാസ്റ്ററോട് കരയാൻ തുടങ്ങും. ପାଷ୍ଟରଙ୍କ ପାଖରେ ଆସିକି କାନ୍ଦିବାକୁ പാസ്റ്റർ ଲାଗେ ഞങ്ങളെ കൂടെ കൊണ്ടുപോകണേ. ନହେଲେ ପାଷ୍ଟର ମତେ ବି ନେଇଯା ഹല്ലേലൂയ. ഞങ്ങൾ തെറ്റുപറ്റിപ്പോയേ. ଆମର ଜୀବନରେ ଗେଲତେ ହେଇଗଲା സമയം നഷ്ടപ്പെടുത്തിയ പാസ്റ്ററെ ക്ഷമിക്കണമേ. Hallelujah. ସମୟ ନଷ୍ଟ ହେଇଗଲା ମାନେ କ୍ଷମା କରନ୍ତୁ ഹല്ലേലൂയ. Hallelujah. നോഹയുടെ ആമേൻ പെട്ടകത്തിന്റെ വാതിക്കൽ വന്ന് കരയുന്ന പോലെ ଆମେ ନୌହାର କବାଟ ମାନେ ଜାହାଜର କବାଟ ପାଖରେ ଆସିକି କାନ୍ଦିବା ପରି ആമേൻ സഭയ്ക്കകത്ത് കടന്നു വരാത്തവർ ଆଲେ ମଣ୍ଡଳୀ ଭିତରେ ନ ଆସିବା ଲୋକମାନେ ദൈവ രാജ്യത്തിനകത്ത് കയറിയില്ല. ଆମେ ଈଶ୍ୱରଙ୍କର ରାଜ୍ୟରେ ପ୍ରବେଶ କରିବ ഹല്ലേലൂയ. Hallelujah. ഇത് സ്വർഗ്ഗത്തിൽ പോകുന്നതിന് മുമ്പ് ട്രെയിനിങ് ആണ് ഇവിടെ. ଆମେ ସ୍ୱର୍ଗରେ ଯିବା ପୂର୍ବରୁ ଆମମାନଙ୍କୁ ବହୁତ ବଡ ଗୋଟେ ദൈവത്തിന് സമയം കൊടുക്കുന്നവരെയാണ് ദൈവത്തിന് വേണ്ടത്. ଈଶ୍ୱରଙ୍କୁ ସମୟ ଦେବା ଲୋକମାନଙ୍କୁ ଈଶ୍ୱରଙ୍କୁ ଦରକାର താങ്കൾ ആമേൻ ബിസിയായിരിക്കാം. ଆମେ ବିସି ହେଇପାରେ നിങ്ങൾ ബിസിയായിക്കോ. ତୁମେ ବିସି ହେଇପାରେ നിങ്ങൾ എന്തിനു ബിസിയായിക്കോ. ତୁମେ କେତେ ବିସି ହଉ ദൈവത്തിന് സമയം കൊടുത്താൽ ପ୍ରଭୁଙ୍କର ସମୟ ଯଦି ପ୍ରଭୁଙ୍କୁ ଦେବ ദൈവത്തിന്റെ വരവിങ്കൽ ଆମେ ଈଶ୍ୱରଙ୍କର ଆଗମନ ସମୟରେ പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുപോകും. ପବିତ୍ର ଆତ୍ମା ତୁମକୁ ନେଇଯିବ അതിന് ധന്യവാദം. ତା ସହିତ ପ୍ରଭୁଙ୍କୁ ଧନ୍ୟବାଦ Hallelujah. 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 ഇതാണ് ദൈവത്തിന്റെ ദാനം. ଆମେ ଏଇଟା ହଉଛନ୍ତି ଈଶ୍ୱରଙ୍କର ଦାନ ഒരാൾ നമ്മളെ അമേരിക്ക കൊണ്ടുപോകുന്നതല്ല. ଏଠି ଆମମାନଙ୍କୁ କାଲି ଆଣିନାହାନ୍ତି അമേരിക്ക കൊണ്ടുപോകുന്നതല്ല ഏറ്റവും വലിയ ദാനം.
ओ जोड़े हमनको अमेरिका न बारो नहीं बड़ो कथा ആമേൻ. വലിയൊരു കാർ മേടിച്ചെടുത്തല്ല ദാനം. बहुत बड़ा गुटे गाड़ी किनी की दबाव नहीं बड़ा दान വലിയൊരു സ്ഥലം മേടിച്ചെടുത്തല്ല സ്ഥാനം. आमेन बहुत बड़ा जगह किनी की दबाव नहीं बड़ा दान നമ്മളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുവന്ന ആ ദാനം. आमेन अमन को स्वर्ग को नहीं जीवाता हाट अति शरण महा ധന്യവാദവാ. हालेलुया ഹല്ലേലൂയ. हालेलुया ഹല്ലേലൂയ. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിക്ക് രക്ഷിക്കപ്പെട്ട ഒരു അംഗം എന്ന് പറഞ്ഞു. परित्राण न पाइथिबा जण व्यक्ति पाखरे गुटे अंकल आसिकी कहले അദ്ദേഹത്തിന് കാർ ഡ്രൈവറാണ്. तांकर गाड़ी चलाउछन्ती ജോണി ഒരു കാര്യം പറയാം. तांकर नाम अछि जोणी तांको कहले मु गुटे कथा कहबी കർത്താവ് വരുമ്പോൾ നിന്റെ പ്രോപ്പർട്ടി വീട് പൈസ കാർ എല്ലാം നീ എടുത്തോളാം. मो प्रभु केतेबेले आसीबो मोर जहा गाड़ी बाड़ी जेमी बाड़ी घर द्वार सब तू नहीं जा प्रेज लो ജോണി ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു. जोणी सड़ा सुनी की बहुत चन्या आई गयो ഹല്ലേലൂയ. हालेलुया ഭയങ്കര സന്തോഷത്തോടു കൂടെ से बहुत खुशी रे വീട്ടിൽ ചെന്നിട്ട് घरे जाई ഭാര്യയോട് പറയാ, श्री को कहले നമ്മുടെ മൊയ്ലാളി എന്ത് നല്ല മൊയ്ലാളിയാ. हमारा मालिक बहुत भलो लोग കർത്താവ് വരുമ്പോ ईश्वर आसिला बेले അദ്ദേഹം പോയി കഴിയുമ്പോ तांके जतेबेले पळैबो അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി എല്ലാം എടുത്തോളം പറഞ്ഞിരിക്കും. तांकर सब जेमी माने संपत्ति तुमे ने बोली मते कहउछन्ती അദ്ദേഹത്തിന്റെ ഭാര്യ രക്ഷിക്കപ്പെട്ടവളായിരുന്നു. आ तांकर स्त्री परित्राण पाइथिबा जण व्यक्ति थिले അവർ പറഞ്ഞു, നിങ്ങൾ മൂർഖ വ്യക്തിയാണ്. मा स्वामी को कहले तुमे गुटे बड़ मूर्खटा കർത്താവ് വരുമ്പോ പിന്നെ ഇതിന് ആവശ്യമുണ്ടോ ഇവിടെ? आमेन जदी मानकर प्रभु कर आगमन रे ए सब हमको कोन दरकार की ഹല്ലേലൂയ. हालेलुया ഹല്ലേലൂയ. हालेलुया ജോണി നേരെ മൊയ്ലാളിയോട് പറഞ്ഞു, जोणी संगे जाई मालिक को कहले മൊയ്ലാളി എനിക്ക് ദോർക്കാൻ എനിക്ക് വേണ്ട. माने मालिक मते किछि भी लुडा नाही ഞാൻ രക്ഷിക്കപ്പെട്ടു. मु भी परित्राण ഞാൻ पाई കർത്താവിന് വേണ്ടി പോകാൻ റെഡിയായിട്ടിരിക്കുകയാണ്. मु भी प्रभु कर आगमन रे जीवा पाई प्रस्तुत होतंती എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞതെന്നറിയോ? कोन पैसे कोइले जानछथि ഇവൻ कि രക്ഷിക്കപ്പെടാത്തവനായതുകൊണ്ട്. से परित्राण न पाइथिबा व्यक्ति അവൻ രക്ഷിക്കപ്പെട്ടു വന്നപ്പോൾ से जतबेले परित्राण पाई आसिला बेले മുതലാളിക്ക് വളരെ സന്തോഷമായി. से हालेलुया मालिक बहुत खुशी लागिला ഹല്ലേലൂയ. हालेलुया കർത്താവ് വരാൻ താമസമില്ല കേട്ടോ. आमेन अमनकर प्रभु आसीबार आगमन सन्निकट होत കുറച്ചുകൂടെ പ്രിപ്പയർ ശേഷം आमेन आइबे ए दिन मानक मन्दिर माने प्रस्तुत है പരിശുദ്ധാത്മാവിനാൽ ഒരു നിറവുണ്ടാകട്ടെ. आमेन पवित्र आत्मा रो गुटे उद्दीपन सहित माने വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പോകുവാനിടയാകട്ടെ. वाक्य रे माने बलरे माने तोरिबा आ तानुसार जीवन जापन करियो ജീവിതത്തിൽ നമ്മൾ പറയാൻ പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം आमेन माने प्रभु को सन्निधि रे मानकर जीवन रे जते अनुग्रह माने पाइचंती से समस्त आगतिनीय दान नमते प्रभु को धन्यवाद ഈ देता അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചു. समस्त प्रकार विपद मध्य मृत्यु रे क्या करले അപകടത്തിൽ നിന്ന് രക്ഷിച്ചു. समस्त प्रकार माने विपद रे क्या ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷിച്ചു. भयंकर मृत्यु रे क्या ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷിച്ചു. हमें दरिद्र अवस्था रे क्या करले എല്ലാത്തിനും നന്ദി പറഞ്ഞാട്ടെ. सब भाई प्रभु को धन्यवाद दे നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ജീവിക്കാം. हमें धन्यवाद सहित प्रभु का आगे चढ़ाईता हो കർത്താവ് ഈ വാക്യം കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുവാൻ. ए वाक्य द्वारा प्रभु मान का आशीर्वाद दे രണ്ടാം പകുതി മറ്റൊരു സമയം നമുക്ക് ചിന്തിക്കാം. बाकी विषय माने आउट दिन में चिल्ला ഹല്ലേലൂയ. ഹല്ലേലൂയ. ധന്യവാദം. Praise the Lord. Hallelujah.